പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും
എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഞാൻ നിങ്ങളുടെ ഇന്നലെ പറഞ്ഞില്ലേ, ദൈവ ഇടപെടൽ ഉറപ്പ് വരുത്തുന്ന 2 മെത്തേഡുകളുണ്ട്. ഒന്നാണ് ഇന്നലെ നമ്മൾ കണ്ടത്. എന്താണ്? കുഷ്ഠരോഗി ഈശോയെ കാണുമ്പോൾ പറയുന്നു, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ, ആർക്കും മനസ്സില്ലെങ്കിലും അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഈശോയും അതേ നാണയത്തിൽ തന്നെ പറഞ്ഞു, ആർക്കും മനസ്സില്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ എനിക്ക് മനസ്സുണ്ട്, നീ ജീവിക്കുക എന്ന് പറയും. അതുപോലൊരു സംഭവമാണ് യോഹന്നാൻ 5:6. അവൻ പറഞ്ഞു കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. എനിക്ക് ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. അപ്പൊ ഇതിനു മുമ്പ് ഈശോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് 5:5. യോഹന്നാൻ 5:5-6. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. 38 വർഷമായ തലവാഴ രോഗി അവിടെ കിടക്കുന്നത് അവൻ കണ്ടു. അവൻ വളരെ നാളായി കിടക്കുന്നത് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ട്? കാലഹരണപ്പെട്ടു പോയ ആളാ, ഖണ്ഡം ചെയ്ത ആളാ. വെച്ചുകഴിഞ്ഞാല് ഇനി ഒരു മുള, പ്രത്യാശയുടെ മുള കിളിർത്തു വരാനുള്ള അവസാന സാധ്യതയും തീർന്നു. ബന്ധുക്കളൊക്കെ ഭാര്യയൊക്കെ ഉണ്ടായിരുന്നതാണ്, ബൈസ്റ്റാൻഡറായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നായിരിക്കും ഇയാൾക്ക്. ഇയാളെ രക്ഷപ്പെടത്തില്ലെന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും അവരുടെ ചിറകിൽ പറന്നു പോയതാ. നമ്മ രക്ഷപ്പെടത്തില്ലെന്ന് കണ്ടാൽ പിന്നെ നമ്മുടെ കൂടെ ഉള്ളവർ നമുക്ക് ബോധം പോകാനേ പ്രാർത്ഥിക്കത്തുള്ളൂ. എന്താണ്? നമുക്ക് ബോധം പോയാൽ അവർക്ക് പോകണമല്ലോ. അപ്പം നമ്മൾ അറിയത്തില്ല. അതാണ് വിഷയം. അപ്പം അതിനെല്ലാം ഈശോ ചോദിക്കണം ഒരു ചോദ്യം, ഇതൊക്കെയാണ് നിന്റെ അവസ്ഥയെന്ന് വിചാരിച്ചോ? നീ ബോധം പോയി കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഏതെങ്കിലും കാരണവശം കൊണ്ട് നിന്നെ ഡിസോൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവും. പറയണ്ട്, എനിക്ക് ആരുമില്ലെന്ന് പറയണതേ ഒരു ചങ്കെ കൊണ്ട വർത്തനാണ്. നിങ്ങൾ ഒരിക്കലും ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എനിക്കാരുമില്ലെന്ന് പറയരുത്. അഥവാ പറയുന്നുണ്ടെങ്കിൽ നീ ക്രിസ്തുവിനോടെ പറയാം. അപ്പം ക്രിസ്തു ആരാണെന്ന് നിനക്ക് മനസ്സിലാകും. അപ്പോൾ ഈശോ പറഞ്ഞു, നിനക്ക് ആരുമില്ല എങ്കിലും നിനക്ക് ഞാനുണ്ട്. നീ ഒരു ഓർഫണാകാം, പക്ഷെ നിനക്ക് ഞാനുണ്ട്. ആരും ഓർഫണാകരുത്, ആരും അനാഥരാകരുത് എന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് ഈശോ മനുഷ്യാവതാരം ചെയ്ത് പാപത്തിന് പരിഹാരം ചെയ്ത് കുരിശുമരണം വരിച്ചു. പിതാവത് മഹത്വപൂർണമായി അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാന്നിധ്യം നമ്മളെ അനാഥമാക്കാതെ നമ്മുടെ കൂടെ കാലത്തോടൊപ്പം തുടരുകയാണ്. ആ ഒരു ബോധം നിനക്കുണ്ട്. വിശ്വാസം നമുക്ക് എന്ത് തന്നു എന്ന് ചോദിച്ചാൽ ജ്ഞാനസ്നാന പുസ്തകത്തിലുണ്ട്, വിശ്വാസം നിനക്ക് എന്ത് തരുന്നു എന്ന് മുതിർന്നവരുടെ ജ്ഞാനസ്നാന പുസ്തകത്തിൽ വൈദികൻ ചോദിക്കും. പറയും, വിശ്വാസം എനിക്ക് നിത്യജീവൻ നൽകുന്നു. അത് ഞാൻ സഭ എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ആൾക്കാരോട് പറയും, നിങ്ങൾ നിത്യജീവൻ നൽകുന്നു എന്ന് പറയണമെന്ന്. പക്ഷേ എൻ്റെ മനസ്സപ്പോൾ പറയും, വിശ്വാസം നിനക്ക് ക്രിസ്തുവിനെ തരും. ക്രിസ്തുവില്ലെങ്കിൽ നിത്യജീവൻ കൊണ്ട് എന്ത് പ്രയോജനം? എൻ്റെ പേര് അമ്മിണി തോമസ് എന്നാണ്.
ഞാൻ വരുന്നത് ഗോവയിൽ നിന്നാണ്. ഞാൻ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് വാസ്കോ എന്ന ദേവാലയത്തിലെ അംഗമാണ്. ഇവിടെ നാട്ടിൽ മാവേലിക്കര പത്തിച്ചിറ കത്തീഡ്രൽ പള്ളിയാണ് ഞങ്ങളുടെ ഇടവക. അവിടെ നിന്ന് വരുന്നു. ഞാൻ സാക്ഷ്യം പറയാൻ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പറയുവാനാണ്. ഞാനിവിടേക്ക് വരുമ്പോൾ ഞാൻ ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നോ എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. അത്രമാത്രം ഞാൻ ഭാരമേറിയതായിരുന്നു. എൻ്റെ ശരീരം ചൂടുകൊണ്ട് പൊള്ളുക, മനസ്സ് കത്തി ജ്വലിക്കുക. എനിക്ക് കഴിയില്ല, റോഡിലൂടെ നടക്കാൻ എനിക്ക് കഴിയില്ല. തീയിലോ വെള്ളത്തിലോ അകപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. റോഡിലൂടെ പോയാൽ വാഹനത്തിൻ്റെ കീഴിൽ അകപ്പെട്ടു പോകുമോ എന്നൊരു ഭയം. എനിക്ക് സഞ്ചരിക്കാൻ കഴിയില്ല, വീടിനകത്ത് നടക്കാൻ കഴിയില്ല. മാനസിക വിഭ്രാന്തിയാണോ മാനസിക പ്രയാസമായിരുന്നോ എന്നെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അങ്ങനെ എൻ്റെ സഹോദരിയെ ഞാൻ ഗോവയിൽ നിന്ന് വിളിച്ച് നാട്ടിലോട്ട് അറിയിച്ചു. ആ സമയത്ത് അവർ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു വന്നാട്ടെ, നാട്ടിലോട്ട് വന്നാട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ വന്നിട്ടിപ്പോൾ 15 ദിവസമേ ഗോവയിലോട്ടായിട്ടുള്ളൂ, പിന്നെ ഇപ്പോൾ ഉടനെ തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞാനൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാനുള്ള അമ്മ മാതാവ് എന്നെ ഇവിടെ വിളിക്കുന്നു. കാരണം ഞാൻ അത്രമാത്രം അവശതയിലായിരുന്നു എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നുള്ളതാണ്. എൻ്റെ വീട്ടിലുള്ളവർക്ക് ആർക്കും തന്നെ അറിയില്ല, എൻ്റെ ഭർത്താവിനറിയില്ല, എൻ്റെ മക്കൾക്കും എൻ്റെ അവസ്ഥ എന്താ എന്നറിയില്ല. പക്ഷേ എൻ്റെ അമ്മ മാതാവിനറിയാമായിരുന്നു. ആ അമ്മ മാതാവ് എന്നെ ഇവിടേക്ക് വിളിച്ചു. ഞാൻ ഒറ്റയ്ക്ക് ഗോവയിൽ നിന്ന് വന്നു. എൻ്റെ സഹോദരിയും ഭർത്താവും കൂടി ഈ ആലയത്തിൽ എന്നെ കൊണ്ടുവന്നു. അവിടെ ബസ് ഇറങ്ങി ഈ മണ്ണിലേക്ക് എൻ്റെ കാല് വെച്ചപ്പോൾ തന്നെ എൻ്റെ എന്താ പറയുന്നേ ഭ്രാന്തായിരുന്നോ എനിക്കറിയില്ല, ആ ഭ്രാന്ത് എനിക്ക് മാറ്റിത്തന്നു. എൻ്റെ അമ്മ മാതാവ് അത് അങ്ങെടുത്ത് തന്നു. അപ്പോൾ ഇവിടെ ജോസഫ് അച്ഛൻ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ ഓടി വന്ന് അവിടെ വെച്ചിരിക്കുന്ന അമ്മയെ കെട്ടിപ്പിടിച്ചപ്പോൾ അമ്മ അറിഞ്ഞു എൻ്റെ രോഗം എന്താണെന്നു. അമ്മ അവിടെ വെച്ച് തന്നെ എന്നെ സൗഖ്യപ്പെടുത്തി. ഞാൻ പൂർണ്ണ സൗഖ്യമായി. ഇവിടെ വന്ന് ആരാധനയിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഭയങ്കര ശക്തിയോടുകൂടി എന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സൗഖ്യമായിരിക്കുന്നു എന്ന്. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വീണ്ടും ഞാൻ കടന്നു. ഈ മണ്ണിൽ കാല് വെക്കുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന ആ അസുഖം വീണ്ടും അമ്മ മാതാവ് എനിക്ക് തന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഈ ഒരു നിമിഷത്തേക്കല്ല, ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ അല്ല, എൻ്റെ ജീവിതാന്ത്യം വരെയും എനിക്ക് ഈ സൗഖ്യം തരണമേ അമ്മേ. എന്നെ ഇനിയും വേദനിപ്പിക്കല്ലേ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അമ്മേ. എനിക്ക് എല്ലാവരും കൈവിട്ടിരിക്കുന്നു. ഭർത്താവ് എന്നോട് അകന്ന് നിൽക്കുന്നു. കൂടെ ഉണ്ടെങ്കിലും അകന്ന് നിൽക്കുന്ന എൻ്റെ വിഷമമോ പ്രയാസമോ കേൾക്കാനില്ല. മക്കളാരും കേൾക്കുന്നില്ല. ജോസഫ് അച്ഛൻ പറയുന്നുണ്ട്, ആരുമില്ലാത്ത സമയത്ത് ദൈവം അവിടെ പ്രവർത്തിക്കുന്നു. അതായിരിക്കും ദൈവം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എൻ്റെ കൂടപ്പിറപ്പുകളെയും എൻ്റെ ബന്ധുക്കളെയും ഭർത്താവിനെയും എല്ലാവരെയും എന്നിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ആ പ്രവർത്തനത്തിലാണ് ഇന്ന് ഞാൻ നിലനിൽക്കുന്നത്. ഇന്ന് 3.5 വർഷമായി. 2022 ഫെബ്രുവരി 22-ാം തീയതി, ഏപ്രിൽ മാസം 22-ാം തീയതിയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് ജീവിക്കുന്നതെന്ന്. അത് അച്ഛൻ പറയുന്നുണ്ട്, വെളുപ്പിനെ 5:30 നീലത്തിരി തെളിയിക്കണമെന്ന് പറയുന്നു. അപ്പം ഞാൻ എൻ്റെ സഹോദരി എന്നോട് പറഞ്ഞു, രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞ് അലക്കിയ വസ്ത്രം ധരിച്ച് വളരെ ക്ലീനായിട്ട് വേണം ഈ നീലത്തിരി തെളിയിക്കാൻ എന്ന് പറഞ്ഞു. എനിക്ക് പ്രഭാതത്തിൽ സ്നാനം പറ്റുകയില്ല. ഞാൻ കുളിക്കണമെങ്കിൽ ഉച്ച കഴിയണം എനിക്ക് കുളിക്കണമെങ്കിൽ. പക്ഷേ അത് 4:45 ഞാൻ അലാറം വെച്ചിട്ട് 5 മണിക്ക് മുമ്പായിട്ട് ഞാൻ കുളിച്ചു. ഒരു ദിവസം കുളിച്ച് നോക്കിയപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, സുഖമായിരിക്കുന്നു. അത് ഈ 3.5 വർഷം കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. വയ്യായെങ്കിൽ പോലും ഞാൻ കുളിച്ചിട്ട് മാത്രമേ എൻ്റെ നീലത്തിരി, ഉടമ്പടിയുടെ നീലത്തിരി ഞാൻ കത്തിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 4:45 4:40 അലാറം അടിക്കുന്ന ഒരു ദിവസം എൻ്റെ മൊബൈൽ ബന്ധായിപ്പോയി.
അമ്മ മാതാവിനെ വിളിച്ചുണർത്തിയ ആ സമയമായപ്പോൾ എണീറ്റ് ഞാൻ കുളിച്ച് ഉടമ്പടി തിരികെ എത്തിച്ചു. രണ്ടാമത്തെ ദിവസം അലാറം അടിച്ച് 4:40 അലാറം അടിച്ചപ്പോഴും ഞാൻ വീണ്ടും കിടന്നു. ഒന്നുകൂടെ ഒന്ന് കണ്ണടച്ചപ്പം അമ്മ എന്നെ വിളിച്ചില്ല. അമ്മ എന്നെ വിളിച്ചില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റപ്പോൾ 5 മണിയായി. ഇനി എപ്പം ഞാൻ കുളിക്കും, പ്രാഥമിക കർമ്മമെല്ലാം നടത്തും എന്ന് വിചാരിച്ചു. പെട്ടെന്ന് 5:30 മുമ്പേ ആ നീലത്തിരി തെളിച്ച്. അത് ഇന്ന് വരെയും എനിക്ക് അത് വലിയൊരു അനുഗ്രഹമാണ്. എനിക്കത് അങ്ങ് ചെയ്യണം, അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ മനസ്സിൽ. അതൊരു വലിയൊരു ശക്തിയാണ്. വലിയൊരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശക്തി നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ വീട്ടിൽ പോയി. പിന്നെ പിറ്റേ ദിവസം മുതൽ പ്രഭാതത്തിൽ സ്നാനം നടത്തുന്നു, തിരി കത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പിന്നെ എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നത്, എനിക്ക് ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റത്തില്ല. ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. മീൻ കഴിക്കാനൊക്കത്തില്ല, ഇറച്ചി കഴിക്കാനൊക്കത്തില്ല, മുട്ട കഴിക്കാനൊക്കത്തില്ല, വെജിറ്റബിൾ ചിലതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. എൻ്റെ ശരീരം ചുമക്കുക, അവിടെ മാന്തി പൊളിച്ച് വെക്കുക. അത് കഴിയുമ്പോൾ പിന്നെ അതങ്ങ് കറുത്ത പാടുകളാവുക. അങ്ങനെ ഭക്ഷണമെല്ലാം അങ്ങ് ഉപേക്ഷിക്കുക, കഴിക്കാൻ വയ്യാത്ത അവസ്ഥയായി. പക്ഷേ അമ്മയുടെ ഒറ്റ തുള്ളി ഉടമ്പടി തൈലം ഞാൻ എൻ്റെ കയ്യിൽ ഇറ്റിച്ചിട്ട് ഞാൻ 2 കൈ കൊണ്ടും തൂത്തെൻ്റെ കയ്യിലും കാലിലും എല്ലാം പുരട്ടി കഴിഞ്ഞപ്പോൾ അത് എപ്പോഴാണ് മാറിയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ കറുത്ത പാടായിട്ട് നിന്നതൊന്നുപോലും എനിക്ക് പാട് കാണാൻ പോലും ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന് 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് ചൂടാക്കി കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അതെല്ലാം എനിക്ക് എൻ്റെ അമ്മ മാതാവ് മാറ്റി തന്നു. പിന്നെ ഉടമ്പടിയിൽ അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്രാർത്ഥിക്കാൻ, അത് നിത്യത വരേക്കും വേണ്ടിയിട്ട് അമ്മ മാതാവ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാകുന്നു എന്നുള്ളത് അമ്മ മാതാവ് എനിക്ക് അറിയിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ അത് ചൊവ്വാഴ്ചയും എല്ലാ ദിവസവും അച്ഛൻ്റെ ടോക്ക് ഞാൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ്റെ ധ്യാന പ്രാർത്ഥനയിൽ അടുക്കളയിൽ ഉച്ചക്കലത്തെ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ മൊബൈൽ യൂട്യൂബ് ഓണാക്കി വെച്ചിട്ട് അച്ഛൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കും, ധ്യാന പ്രസംഗം കേട്ടുകൊണ്ടിരിക്കും. അപ്പം അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമായിരിക്കും, ചിലപ്പോൾ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. അതവിടെ വെച്ചിട്ട് കൈ കഴുകിയിട്ട് ഓടി വന്ന് രോഗമുള്ള സ്ഥലത്തെ എനിക്ക് രോഗമില്ലാത്ത ആണെങ്കിൽ തന്നെ അച്ഛൻ പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ സമയം ഞാൻ 2 കൈകളും വിരിച്ചുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കിക്കൊണ്ട് അമ്മേ നിലവിളിച്ചുകൊണ്ട്, അമ്മേ ഇന്നാർക്ക് ആ അച്ഛൻ പറയുന്ന രോഗമുണ്ട്, അതമ്മ മാറ്റിക്കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. അതിനുള്ള ഒരു കൃപ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ രോഗമെന്ന് പറയുന്ന സമയത്ത് ഓടിച്ചെന്ന് അമ്മയുടെ തൈലവും ഉപ്പും എടുത്ത് അവർക്ക് കൊണ്ടുവന്ന് പുരട്ടി കൊടുക്കുവാനും ഉപ്പ് കൊടുക്കുവാനും എനിക്ക് ഒരനുഗ്രഹം അമ്മ മാതാവ് തന്നിട്ടുണ്ട്. അപ്പോൾ പറയുന്നു ഇതുവരമ്മ മാതാവാ എന്ന് പറഞ്ഞും കൊണ്ട് മറ്റുള്ളവർ പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് മാതാവ് എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്, മാതാവേ ഞാൻ പറയുന്നുണ്ട്, മാതാവേ എനിക്ക് എന്തോ അർഹതയുണ്ട്, എനിക്കൊരർഹതയുമില്ല അമ്മ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ, മഹാഭാവിയായ എന്നെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കാൻ എന്നിൽ എന്ത് നന്മയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ എടുക്കുമ്പോൾ ഫേസ്ബുക്ക് തുറക്കും, വാട്സപ്പ് നോക്കും, ഫേസ്ബുക്ക് തുറന്ന് നോക്കുമ്പോൾ എനിക്ക് ഒരു 10 മിനിറ്റിൽ കൂടുതൽ എനിക്ക് നോക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് എൻ്റെ ശരീരം ചൂട് പിടിക്കുക, തല മരവിക്കുക, തലയങ്ങ് ചൂട് പിടിക്കുക, വല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോഴെൻ്റെ ഓർമ്മ കിട്ടും, അയ്യോ ഇത് മൊബൈൽ നോക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഞാൻ നോക്കിയത് കൊണ്ടായിരിക്കും എനിക്ക് ഈ അസ്വസ്ഥത. പെട്ടെന്ന് തന്നെ ആ ഫേസ്ബുക്ക് മാറ്റിയിട്ട് ഞാൻ യൂട്യൂബ് എടുക്കും, അച്ഛൻ്റെ പ്രസംഗം ധ്യാനപ്രസംഗം ഇടും, അതെടുത്ത് ഒരു സൈഡിൽ വെച്ചും കൊണ്ട് കേട്ടും കൊണ്ട് വീട്ടിൽ ബാക്കി ജോലികളൊക്കെ ചെയ്യും. അപ്പോൾ ഭർത്താവ് വരുമ്പോഴത്തേക്ക് ഉച്ചയ്ക്കുണ്ണാൻ വരുമ്പോഴത്തേക്ക് അത് ഏകദേശം തീരും. പിന്നീട് അച്ഛൻ്റെ പ്രാർത്ഥനയിലായിരിക്കും. അത് എൻ്റെ 2 കൈകളും വിരിച്ചുകൊണ്ട്
അമ്മയെ മാതാവിനെ വിളിച്ച് സ്വർഗത്തേക്ക് നോക്കിക്കൊണ്ട് ആ സമയത്തെ ആ ദൈവ അനുഗ്രഹം, ആ അഭിഷേകം ഞാൻ അനുഭവിക്കുന്നുണ്ട്. പിന്നീടുള്ള ഒരു രോഗസൗഖ്യം, എൻ്റെ വലതുവശത്തെ കിഡ്നി എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ ഹോസ്പിറ്റലിൽ പറഞ്ഞു വലത്തെ കിഡ്നിയിൽ ഒരു സിസ്റ്റുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് തിരിച്ച് ഗോവയിൽ പോയി കഴിഞ്ഞ് അവിടെ ഇവിടുന്ന് കിട്ടിയ പിന്നെ പത്രമെല്ലാം ഞാൻ അവിടെ മെഡിക്കൽ കോളേജിലും അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും എല്ലാം ഇംഗ്ലീഷ് പത്രം കൊണ്ടുപോകും, കൊങ്കണി പത്രം കൊണ്ടുപോകും, കന്നഡ പത്രം കൊണ്ടുപോകും. അങ്ങനെ അവിടെ എല്ലാവർക്കും കൊടുക്കും. അവിടുത്തെ നേഴ്സുണ്ട്, ഒരു ആർ സി ലേഡിയുണ്ട്. ആ ലേഡി വന്നിട്ട് എന്നോട് പറയും, വന്നോ, പത്രം കൊണ്ടുവന്നോ, ഉപ്പ് കൊണ്ടുവന്നോ, ഞങ്ങൾക്കുള്ളത് ഇങ്ങ് തന്നാട്ട് എന്ന് പറയും. അങ്ങനെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കും. പക്ഷേ ഞാൻ കൊണ്ടുപോകുമ്പോൾ മാതാവിനോട് ഞാൻ പറയും, മാതാവേ എനിക്ക് കൂടുതൽ നടക്കാൻ വയ്യ, അമ്മ മാതാവ് എനിക്ക് വേണ്ടിയിട്ടുള്ള ആളിനെ, ഈ പത്രം കൊടുക്കാനുള്ള ആളിനെ അമ്മ മാതാവ് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരണമെന്ന് പറയും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ചില ഡോക്ടർമാർക്കും ഒക്കെ കൊടുത്തേച്ച് ഞാൻ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. നക്ഷത്രം പോലെ ഈ ലേഡി ഒരു നേഴ്സ് സ്റ്റാഫാണ് അവിടുത്തെ. അവർ വന്ന് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞു. മാതാവേ, ഞാൻ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്, അമ്മ മാതാവ് എനിക്ക് ആളിനെ കൊണ്ടു തരണം, ഞാൻ ഇത് വാങ്ങിക്കാൻ തക്ക ഇത് വായിക്കാൻ തക്ക ആളിനെ അമ്മ മാതാവ് എനിക്ക് കൊണ്ടു തരണമെന്ന് പറഞ്ഞു. അതും അമ്മ മാതാവ് കൊണ്ടു തന്നു. അതുപോലെ അവിടെ നോക്കിയപ്പോഴാണ് സിസ്റ്റുണ്ടെന്നുള്ള വിവരം അറിയുന്നത്. അങ്ങനെ ഞാൻ ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചു, കിഡ്നിക്ക് സുഖമില്ലാത്ത സിസ്റ്റുള്ള ഒരാളെ സൗഖ്യമാക്കുന്നു എന്ന് ജോസഫ് അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കിഡ്നിയിലേക്ക് എൻ്റെ ഒരു തുള്ളി തൈലം എടുത്ത് പുരട്ടിയിട്ട് എൻ്റെ വിരലെടുത്ത് ആ സ്ഥാനത്ത് വെച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് ഞാൻ ഗോവ മെഡിക്കൽ കോളേജിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ അവർ പറയുന്നു ആ സിസ്റ്റ് അവിടെ ഇല്ല, അത് കാണാനില്ല. എന്നിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് എടുത്ത് അവരെ കാണിച്ചിട്ട് പറഞ്ഞു, ഉണ്ടെന്നാണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇപ്പം അതില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊരു പള്ളി പോകുന്നുണ്ട്, അതൊരു മാതാവിൻ്റെ പള്ളിയാണ് എന്ന് ആ ഡോക്ടറോട് ഞാൻ പറഞ്ഞു. അങ്ങനെ മാറിയതാണ് എന്ന് പറഞ്ഞു. അതുപോലെ കാരുണ്യപ്രവർത്തികൾ ഞാനിവിടുന്ന് പത്രം കൊണ്ടുപോകുന്നത് ഗവൺമെൻറ് ആശുപത്രിയിലും ഇവിടുത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും എല്ലായിടത്തുമായിട്ട് ഞാൻ കൊടുക്കും. അവരോട് ചിരിച്ചുകൊണ്ട് അപ്പം അവർ ചോദിക്കും എന്തെങ്കിലും ഇത് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ടോ? അതിന് വേണ്ടിയിട്ടാണ്, എനിക്ക് പറയാൻ കൂടിയാണെന്ന് പറയും. ചിലർ കേൾക്കും, ചിലർ കേൾക്കാതിരിക്കും. പത്രം കൊടുത്തിട്ട് പോരും. പിന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്നത്, എനിക്ക് ഗോവ ഗവൺമെൻറ് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവ ഗവൺമെൻറ് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1500 രൂപ എനിക്ക് മാസം അവർ തരുന്നുണ്ട്, ഹൗസ് വൈഫ് എന്നും പറഞ്ഞ്. ഇവിടെ അത് 60 വയസ്സ് തികയുന്നിടത്ത് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു വരുമാനം എന്ന് പറയുന്നത്. അത് ഞാൻ ബാങ്കിൽ പോയി എടുത്തുകൊണ്ട് വരുമ്പം ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണുകയാണെങ്കിൽ ഞാൻ അവർക്ക് അതിൻ്റെ വീതം കൊടുക്കാതെ ഞാൻ കൊണ്ടുപോരത്തില്ല. വിശക്കുന്നവരോ ദാഹിക്കുന്നവരോ അല്ലേ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനത് കൊടുത്തിട്ടാണ് പോകുന്നത്. ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു മനുഷ്യൻ, സുബോധമില്ലാത്ത ഒരു മനുഷ്യനായിരിക്കും, ആ മനുഷ്യനെ കണ്ടു. ഞാൻ വിചാരിച്ചു ഞാൻ പോയി പൈസ എടുത്തേച്ച് തിരിച്ചു വരുമ്പോഴും ആ വ്യക്തിയെ കാണണേ, എനിക്ക് അവരുടെ പുറകെ ഓടിപ്പോകാൻ എനിക്ക് ആവതില്ല, കാണണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പൈസ എടുത്തുകൊണ്ട് വന്ന് തിരിച്ചു വന്നപ്പോഴും ആ ആളെ വേറൊരു സ്ഥലത്ത് വെച്ച് എനിക്ക് അന്നേരം തന്നെ കാണാൻ പറ്റി. ആ ആളിൻ്റെ കയ്യിൽ ചെരുപ്പ് മേടിച്ചോ, എനിക്ക് ഇനിയും പോയി ചെരുപ്പ് കടയിൽ പോയി, അതിൻ്റെ കാലിൽ ചെരുപ്പില്ല. ചുട്ടുപൊള്ളുന്ന ടാറിട്ട റോഡിൽ കൂടി അദ്ദേഹം നടക്കുന്ന കണ്ടപ്പോൾ എൻ്റെ യേശു, ചമ്മട്ടി കൊണ്ടടിച്ചതും വിലാപ്പുറത്ത് കുത്തിയതും കൈകാലുകൾ കുത്തിയിളക്കിയതും എല്ലാം എനിക്ക് ഓർമ്മ വന്നു. അദ്ദേഹത്തിൻ്റെ കാല് പൊള്ളുന്നുണ്ടല്ലോ എന്നെനിക്ക് ഓർമ്മ വന്നു. ഞാൻ അദ്ദേഹത്തിന് കാശ് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ കാലിന് യോജിച്ച 2 ചെരുപ്പ് വാങ്ങിച്ചിട്ടോ
എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശ് കൊടുത്തു. അങ്ങനെ എൻ്റെ കണ്ണിൽ കാണുന്ന എനിക്ക് മാറ്റി വെക്കാൻ ഒരു 50 രൂപയുണ്ടെങ്കിൽ പോലും ഞാൻ അതെടുത്ത് വേറൊരാൾ എനിക്ക് കൊടുക്കണമെന്ന് തോന്നുന്ന ആളിനെ ഞാനത് കൊടുത്തിരിക്കുമെന്നുള്ളത്. അങ്ങനെ മാതാവിൻ്റെ വലിയ അനുഗ്രഹങ്ങളൊക്കെയും എനിക്ക് നൽകുന്നുണ്ട്. ഇത് നന്ദി പറയുന്നു. 100,000 നന്ദി അമ്മ. എന്നെ ഈ അൾത്താരയിൽ കയറി നിൽക്കാൻ അമ്മ മാതാവ് എന്നെ അനുവദിച്ചതിന് നന്ദി. വിശേഷം 4:24. എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യഥകളാലും അപസ്വരായവരെയും പിശാച് ബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. അമ്മണി തോമസ് എന്ന ഈ സഹോദരി ഏറെ ജീവിത ക്ലേശങ്ങളോടുകൂടി, രോഗക്ലേശങ്ങളോടുകൂടി അമ്മയുടെ അരികിൽ വന്നതും അമ്മ മാതാവ് വന്ന ദിവസം തന്നെ മകളെ സൗഖ്യപ്പെടുത്തി സാധാരണ ജീവിതത്തിലേക്ക് നയിച്ചതിൻ്റെ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. സാക്ഷ്യത്തിൻ്റെ ആദ്യ അവസാനം എത്ര കണ്ട് പരിശുദ്ധമ്മയിൽ ശരണപ്പെട്ട് എളിമയോടുകൂടി വിശ്വസിക്കുകയും ഉടമ്പടി എടുത്ത നാൾ മുതൽ ഉടമ്പടി എങ്ങനെ ജീവിക്കണം, ഏറ്റവും വിശുദ്ധിയിലും ഏറ്റവും ചിട്ടയിലും അതിൻ്റെ കാരുണ്യപ്രവൃത്തികൾ ഏറ്റവും ഹൃദയ അലിവിലും നൽകണമെന്ന ആ ഒരു സമർപ്പണ മനസ്സ് അമ്മയ്ക്കുള്ളത് അമ്മ വാക്കുകളിലൂടെ പങ്കുവയ്ക്കുകയാണ്. അമ്മയുടെ ശാരീരികമായ രോഗക്ലേശങ്ങളിൽ ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ സൗഖ്യം ലഭിച്ചത്, കിഡ്നിയുടെ രോഗസമയത്ത് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ, അച്ഛൻ്റെ ആരാധനയുടെ സൗഖ്യ പ്രാർത്ഥനാ സമയത്ത് ആ രോഗം പൂർണ്ണമായി മാറിപ്പോയത്, അധിക നേരം സോഷ്യൽ മീഡിയയൊന്നും കാണുവാൻ പോലും നോക്കിയിരിക്കുവാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം, സാക്ഷ്യങ്ങൾ മണിക്കൂറുകൾ കാണുമ്പോഴും യാതൊരു ക്ലേശവുമില്ലാതെ അതിൽ പങ്കുചേരുവാനും പ്രാർത്ഥിക്കുവാനും നിരന്തരം അമ്മയ്ക്ക് മാതാവിലൂടെ ഈശോ സഹായിക്കുന്നത്, അതൊക്കെ അമ്മ തൻ്റെ സാക്ഷ്യമായി പങ്കുവയ്ക്കുകയാണ്. ഹൃദയഭാരത്തോടെ അമ്മയുടെ അരികിലെത്തി നടക്കുവാനുള്ള ക്ലേശം, വാഹനത്തിനടിയിലേക്ക് വീഴുവാനുള്ള പ്രവണത, പലതരത്തിലുള്ള സ്വാധീനങ്ങൾ തന്നെ ഉള്ളതുപോലെ തനിക്ക് തന്നെ മനോനില തെറ്റിയതാണോ, ദുരാത്മാക്കൾ നയിക്കുന്നതാണോ എന്നറിയാത്ത വിധത്തിൽ തൻ്റെ ജീവിതം ആകെ കലുഷിതമായി പോകുമ്പോഴും അമ്മയുടെ അരികിൽ വന്ന് എൻ്റെ അമ്മ മാതാവും ഈശോയും ഞാൻ ആയിരിക്കുന്ന ഈ വലിയ ക്ലേശാവസ്ഥയിൽ നിന്ന് പൂർണ്ണമായി വിടുവിക്കുകയും ആരോഗ്യം നൽകുകയും ചെയ്യുമെന്ന പ്രത്യാശയോടെ അമ്മയുടെ അരികിൽ വന്ന് ആശ്വാസം നേടി, സൗഖ്യം നേടി, ജീവിതം സമർപ്പിച്ച് ഉടമ്പടി ജീവിതമാക്കിയ സഹോദരിയുടെ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. അമ്മയുടെ പ്രായാധിക്യത്തെക്കാളേറെ അമ്മ കരുണയോടും സ്നേഹത്തോടും അമ്മയ്ക്ക് ചെയ്യാനാവുന്ന ഓരോ നന്മ പ്രവൃത്തിയും എളിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സുന്ദരമായി അമ്മ സൂചിപ്പിച്ചു, ഒരു വ്യക്തി വളരെ മുഷിഞ്ഞ വസ്ത്രങ്ങളോടുകൂടി നഗ്നപാതനായി പൊള്ളുന്ന റോഡിലൂടെ നടക്കുന്നത് കണ്ട് എത്ര കണ്ട് ആ ഹൃദയം നൊന്തുവെന്നും തനിക്ക് കിട്ടിയ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ആ വ്യക്തിക്ക് ചെരുപ്പ് വാങ്ങുവാൻ കൊടുത്തുകൊണ്ട് ആ ദൈവകാരുണ്യത്തിൻ്റെ നല്ല മനസ്സ് പ്രകടിപ്പിക്കുവാൻ ഉടമ്പടി ജീവിതം എങ്ങനെ സഹായിച്ചുവെന്നും. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ പുതിയ മനുഷ്യരാക്കുന്നു. ഉടമ്പടി നമ്മുടെ വിശ്വാസത്തിന് വിശ്വസ്തതയും ആഴവും നൽകുന്നു. ഉടമ്പടി നമ്മുടെ ജീവിതത്തെ കൂടുതൽ അൻപുള്ളവരും അലിവുള്ളവരുമായി ദൈവസ്നേഹത്തിൻ്റെ മുഖമായി ജീവിക്കുവാൻ നിരന്തരം നമ്മളെ സഹായിക്കുന്നു. ഉടമ്പടി ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധിയിലും ശക്തനായ ദൈവത്തിൽ അല്പം പോലും സംശയിക്കാതെ ശരണപ്പെടുവാൻ നമ്മളെ ബലമുള്ളവരാക്കുന്നു. അതെല്ലാം നമുക്ക് അനുഗ്രഹത്തിനും മേൽഗതിക്കും ജീവിത സുസ്ഥിതിക്കും കാരണമായി തീരുകയും ചെയ്യുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ അമ്മച്ചിക്ക് ലഭിച്ച എല്ലാ ദൈവിക അനുഭവങ്ങൾക്കും ശാരീരിക മാനസിക സൗഖ്യങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഈ പുണ്യഭൂമിയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയതിന്. ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്ന് പുത്തമേൽക്കര പഞ്ചായത്തിൽ നിന്ന് കീഴ്പ്പാടം ഇടവകയിൽ നിന്ന് വരുന്നു. മോളി ജോസ് പേര്. ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. 3 മാസം അവൾ ഇവിടുന്ന് പോയിട്ട് പഠിപ്പൊക്കെ കഴിഞ്ഞു, ജോലിയില്ലാതെ 3 മാസം കുത്തിയിരുന്നു. ആകെ മനുഷ്യന് വിഷമമായി. അപ്പം മോൻ വിളിച്ചു പറഞ്ഞ്, അമ്മ അവൾക്ക് ഭയങ്കര വിഷമമായി, ജോലിയൊന്നും കിട്ടണില്ല, അമ്മ നല്ലോണം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മോൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു.
വീട്ടിൽ ചെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിലേക്ക് കടന്നപ്പോൾ മാതാവ് ചുമരും മരിക്കേണ്ടത് ഞാൻ കണ്ടു. അപ്പം എനിക്ക് തോന്നി എൻ്റെ കാര്യങ്ങളൊക്കെ മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. ഇനി എല്ലാ കാര്യങ്ങളും എൻ്റെ മാതാവ് നോക്കിക്കോളും ഞാൻ വിചാരിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മോൻ വിളിച്ചു പറഞ്ഞു, അമ്മ അവൾക്ക് ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട്, അമ്മ നല്ലോണം പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞ് ഞാൻ തിരികെ എത്തിച്ചുകൊണ്ടിരുന്ന്. ആ സമയം മോൻ വിളിച്ചു പറഞ്ഞപ്പോൾ ആ സമയത്ത് തിരികെ എത്തിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ പാസ്സായി. പക്ഷേ ജോലി കിട്ടിയത് 2 മണിക്കൂർ അകലം പോയിട്ട് വേണം ജോലി ചെയ്തുകൊണ്ട് വരാൻ. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പം ഞാൻ പറഞ്ഞ്, മോൻ പ്രാർത്ഥിക്ക്, ഇതിൽ അടുത്ത് ജോലി നല്ലത് ശരിയാക്കി മാതാവ് തരും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് 10-15 ദിവസം കഴിഞ്ഞപ്പോൾ തിരികെ മോൻ വിളിച്ചു, അമ്മയെ വേറൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, അവൾ അതിന് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്, അമ്മ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് അന്നും ആ സമയം വിളിച്ചു പറഞ്ഞപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ തിരികെ എത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് അതും പാസ്സായി. അതിന് അരമണിക്കൂർ അകലെയാണ് കിട്ടിയത്. അപ്പോൾ അത് കാരണം ആ ജോലി ചെയ്തു. അതും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങൾ, എനിക്ക് 6 കാര്യം ഞാൻ വെച്ചിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ എനിക്ക് മാതാവ് നടത്തി തന്നു. എനിക്ക് 19 കൊല്ലമായി ശ്വാസം മുട്ടായിരുന്നു. മോൻ പോയപ്പോൾ ഇതിനൊക്കെ വലിക്കാനുള്ള മിഷീനൊക്കെ മേടിച്ച് വെച്ചുകൊണ്ട് പോയി. പക്ഷേ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ പിന്നെ എനിക്ക് ആ രോഗം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് കാല് ഭയങ്കര മരയപ്പും കൈയൊക്കെ ഇതാർന്ന് പിരിഞ്ഞിങ്ങനെ പോണ മാതിരിയാർന്ന്. ഒരാൾ വന്ന് പിടിക്കണം അത് മാറണമെങ്കിൽ. ആ രോഗവും മാതാവ് എനിക്ക് മാറ്റി തന്ന്. അങ്ങനെ 3 കാര്യങ്ങൾ മാതാവ് എനിക്ക് സാധിച്ചു തന്ന്. പിന്നെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് മോൻ പോയത്. കുറച്ചൊന്നും അല്ല, വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് അവൻ ജോലി ചെയ്ത് അതെല്ലാം വീട്ടാനൊക്കെ മാതാവ് കുറേയൊക്കെ സാധിച്ചു തന്നു. ഇനിയും മാതാവ് അത് സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ മോക്ക് വിസ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ ഒക്ടോബർ 2021 സ്റ്റുഡൻറ്റ് വിസയിലാണ് UK പോയത്. വാവേനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. 2.5 വയസ്സുള്ളപ്പോൾ ഞാനിവിടുന്ന് പോയത്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വാവേനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. വിസ കിട്ടിയ ശേഷം കൊണ്ടുവരണം എന്നായിരുന്നു ആഗ്രഹം. 2021 പോയി, 22 മാറി, 23 24 വർഷങ്ങൾ കടന്നു പോന്നു. വിസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നില്ല. ഞാൻ പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂവിലെല്ലാം വിസ കൊടുക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. എന്താണ് കാരണം എന്നൊന്നും എനിക്കറിയില്ല. പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പിന്നെ പ്രാർത്ഥിക്കാൻ നിർത്തി. എനിക്ക് നിരാശ വന്നു. കൊച്ചിനെ കാണാൻ പറ്റാത്തതിൽ നിർത്തി പോന്നാലോ എന്ന് വരെ വിചാരിച്ചു. വീട്ടുകാരും എല്ലാവരും ചോദിച്ചു, നിങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടിയാണോ UK പോയേക്കുന്നത്, കൊച്ചിനെ കൊണ്ടുപോകുന്നില്ലേ എന്ന്. അവർക്ക് ആ ചോദിക്കുമ്പോൾ സന്തോഷം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്കത് കേൾക്കുമ്പോൾ എങ്ങനെയെങ്കിലും നിർത്തി പോന്നാ മതി എന്നുള്ള സങ്കടമായിരുന്നു. അതിനുശേഷം നന്നായിട്ട് പ്രാർത്ഥിച്ച് UK നിയമം മാറുന്നതനുസരിച്ച് നമ്മൾ പേപ്പർ കൊടുക്കുമ്പോൾ അന്നത്തെ ദിവസം ഡിപ്പെൻഡൻ്റ് വിസ നിർത്തി കഴിഞ്ഞു. പിന്നെ 1 വർഷം കൂടി കഴിഞ്ഞു, ഞങ്ങൾ വിസയുടെ പേപ്പർ വെച്ചു. അത് കഴിഞ്ഞ് വിസ സാലറി ത്രഷോൾഡ് കൂട്ടണേന് മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങൾക്ക് വിസയുടെ പേപ്പർ അടിച്ച് കിട്ടി. 2025 ജൂലൈ 28 ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അമ്മ സ്വപ്നം കണ്ട പോലെ ഞങ്ങൾക്ക് വിസ കിട്ടി. ഇപ്പോൾ ഞങ്ങൾ 4.5 വർഷത്തിന് ശേഷം ഞങ്ങളുടെ കൊച്ചിനെ കാണാൻ വന്നു. ഞങ്ങളിപ്പോൾ UK പോകാനായിട്ട് കൊച്ചിൻ്റെ പേപ്പറുകളൊക്കെ സബ്മിറ്റ് ചെയ്തു. ഞങ്ങളുടെ കൊച്ചിനെ കാണാൻ സാധിച്ചതിലും നാട്ടിൽ വരാൻ സാധിച്ചതിലും ഞങ്ങൾക്ക് ദൈവം നൽകിയ മാതാവ് നൽകിയ അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. അതോടൊപ്പം നാട്ടിൽ വരുന്നതിന് മുമ്പ് അപ്പച്ചനും അമ്മച്ചിക്കും ഞങ്ങളുടെ വീടിൻ്റെ ആധാരം കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ എന്ന് നാട്ടിൽ വരണോ അതിന് തൊട്ട് മുമ്പ് എനിക്ക് അപ്പനമ്മയ്ക്കും ആധാരം തിരിച്ചു കൊടുക്കണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. മാതാവിൻ്റെ കൃപാകടാശത്തിൽ ഞങ്ങൾ വരുന്നതിന് 1 മാസം 1.5 മാസം മുമ്പ് ഞങ്ങളുടെ അപ്പനമ്മയ്ക്കും ആ പേപ്പർ അവരുടെ അലമാരി കൊണ്ടുവന്ന് വയ്ക്കാൻ സാധിച്ചു. ദൈവം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിലാണ് പോയത്. 2021 സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞ് ആ സമയത്ത് കെയർ വിസയ്ക്ക് ഡിപ്പെൻഡൻ്റ് അലൗഡ് ആയിരുന്നു. കെയർ ഡിപ്പെൻഡൻ്റ് അലൗഡ് ആവുന്ന സമയത്ത് മാർച്ച് 10 ഞങ്ങൾ വിസയ്ക്ക് പേപ്പർ വെച്ചു. അതുവരെ അവർ വിസ തരാമെന്ന് പറഞ്ഞ് ഹോൾഡ് ചെയ്ത് വെച്ചു. അന്ന് രാത്രി 12 മണിയായപ്പോൾ
അവർ പറഞ്ഞു വിസ തരാൻ പറ്റൂല, നിയമം മാറിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾക്ക് വിസയുടെ പേപ്പർ കിട്ടാൻ ലേറ്റ് ആയത്. അത് കഴിഞ്ഞ് വീണ്ടും വിസയ്ക്ക് വെച്ചു. വീണ്ടും പറഞ്ഞു ഡിപ്പെൻഡൻറ്റ് അലൗഡ് അല്ല, നാട്ടിൽ നിന്നുള്ള ഓവർസീസിന് നമുക്ക് എടുക്കാൻ പറ്റില്ല, കൊച്ചിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഒരുപാട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയൊരു വിസ കിട്ടിയത്. ഞങ്ങൾ വിസ തീരാനായിട്ട് ഓഗസ്റ്റ് 3 2025 3 വിസ തീരും. വിസ തീരണേന് ഒരു 5 ദിവസം മുമ്പാണ് ഞങ്ങളുടെ വിസയുടെ ഇങ്ങനൊരു വിസയുണ്ട്, നിങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് ഒരു ചേട്ടൻ വന്നത്. അങ്ങനെയാണ് ഞങ്ങൾ വിസ എടുക്കാൻ തീരുമാനിച്ചത്. വിസ കിട്ടുമോ കിട്ടില്ലെന്നൊന്നും ആ ചേട്ടൻ ഉറപ്പ് പറഞ്ഞില്ല. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ച് കൊച്ചിനെ കൊണ്ടുവരണം, വീട്ടിൽ പോകണം എന്നുള്ള ഒറ്റ ഇതിൽ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ വിസയുടെ പേപ്പർ വെച്ചു. വിസയുടെ പേപ്പർ വയ്ക്കുന്ന സമയത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല, ഡേറ്റ് ഓഫ് ബർത്തിന് ഡേറ്റ് തെറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെ നിന്നൊക്കെയോ ആരോ പറഞ്ഞ പോലെ തോന്നി ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്യാൻ. ആ സമയത്ത് ചെക്ക് ചെയ്തു. രൂപക്കൂടിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് ഞങ്ങൾ ഇതൊക്കെ ഒരു ചേട്ടൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണേ. 1-2 മിനിറ്റുകൾക്കുള്ളിൽ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ കൊച്ചിനെ കൊണ്ടുവരാൻ പറ്റില്ല, UK വിടണം എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുന്ന സമയത്ത് 3 മിനിറ്റിൽ മാതാവ് എങ്ങനെയാണ് എവിടെ നിന്ന് എന്നൊന്നറിയില്ല ആ ഫോം വീണ്ടും ഫില്ല് ചെയ്ത് എനിക്ക് വിസ അപ്രൂവ് ആയിട്ട് കിട്ടി. ഓഗസ്റ്റ് 3 വിസ തീരണം. ഞാൻ ഓഗസ്റ്റ് 2 എനിക്ക് വിസ അടിച്ച് എൻ്റെ കൈ കിട്ടി. ഞാൻ ദൈവത്തിന് എന്തോരം നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും സങ്കടപ്പെട്ട ദിവസങ്ങളായിരുന്നു. പക്ഷേ ഞാൻ വിസ അടിച്ചു, എൻ്റെ കൊച്ചിന് സന്തോഷമായി. മമ്മീനെ വരുമല്ലോ, മമ്മി വിഷമിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്നെ എത്രത്തോളം സ്നേഹിച്ചു എന്നും എത്രത്തോളം കരുതിയെന്നും എനിക്ക് അപ്പം മനസ്സിലായി. ദൈവത്തോട് കൂടുതൽ അടുക്കാൻ എനിക്ക് സാധിച്ചു. ദൈവം അതോട് എൻ്റെ കൂട്ടുകാർ ഒരുപാട് പേരിങ്ങനെ വിസയില്ലാതെ വിഷമിക്കുന്നുണ്ട്. അവരോടെല്ലാവരോടും ഞാൻ പറയാറുണ്ട്, മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കി, ദൈവം നിങ്ങൾക്ക് നല്ലൊരു വഴി തരും, വാവേനെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ദൈവം എനിക്ക് നൽകിയതുപോലെ അവർക്കും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണത് ഇവിടുന്ന് 3 കെട്ട് പേപ്പർ ഞാൻ മേടിച്ചുകൊണ്ട് പോകും. കുറച്ചൊക്കെ ഞാൻ പള്ളികളിൽ കൊണ്ടുപോയി കൊടുക്കും. ബാക്കിയൊക്കെ ഞാൻ ഓരോ വീടുകളും കയറി ഇറങ്ങി പ്രാർത്ഥിച്ച് ഈ പേപ്പർ മുഴുവനും തീരാണ്ട് ഞാൻ അന്നത്തെ ദിവസം വീട്ടിൽ കയറില്ല. അങ്ങനെ ചെയ്യാറ് പതിവ്. പിന്നെ ദിവസവും ഞാൻ പള്ളിയിൽ പോവും. പിന്നെ ഗവൺമെൻറ് ആസ്പത്രികളിലൊക്കെ പോയി രോഗികളെയൊക്കെ കാണും. തീരെ അവശതയായി കിടക്കുന്നവർക്ക് ഞാൻ പൈസ കൊണ്ടുപോയിട്ടുണ്ടാവും. കുറച്ച് എൻ്റെ എളിയ സഹായം ഞാൻ അവർക്കൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ നാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്യാൻസർ രോഗികളുണ്ടെന്ന് അങ്ങനെ എനിക്ക് അറിവ് കിട്ടിയാൽ ഒന്നില്ലെങ്കിൽ ഞാൻ മോനെ വിളിച്ചു പറയും, എടാ ഇന്ന ചേച്ചിക്ക് പാടില്ല, നമുക്ക് എന്തെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞാൽ മോനെ അയച്ചു തരും. അപ്പോൾ അത് ഞാൻ ആൾക്ക് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ആരെങ്കിലും ഈ മൊബൈലിലൊക്കെ അയക്കും ഇങ്ങനെ വയ്യാത്ത രോഗികൾക്കൊക്കെ എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന്. അപ്പം ഞാൻ എളിയ സഹായങ്ങൾ ഞാൻ അതിനകത്തേക്ക് ആ നമ്പറിൽ അയച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ കാരുണ്യ പ്രവർത്തനം ഇതൊക്കെ ചെയ്യണത്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 36, 7, 8 തിരുവചനങ്ങൾ. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം! മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ, അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തിയടയുന്നു. അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു. മോളി ജോസ് എന്ന ഈ സഹോദരിയും മോളും കുഞ്ഞും വലിയ സന്തോഷത്തോടും നന്ദിയോടും കൂടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ജീവിതത്തിൽ ലഭിച്ച നല്ല അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി സൂചിപ്പിച്ചു, സഹോദരിയുടെ ശാരീരികമായ വിവിധ രോഗക്ലേശങ്ങൾക്ക് അമ്മ മാതാവ് എങ്ങനെ സംരക്ഷിക്കുകയും സഹായിക്കുകയും നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ സൗഖ്യവും ആരോഗ്യവും പ്രദാനം ചെയ്യുകയും ചെയ്തുവെന്ന്. അതിനേക്കാൾ ഏറെ അമ്മ സൂചിപ്പിച്ചത് തൻ്റെ മകന് വേണ്ടി, മകൻ്റെ വിദേശത്തുള്ള വാസം, ജോലി, അവിടെയുള്ള ക്ലേശങ്ങൾ തരണം ചെയ്യുവാനുള്ള ശക്തിക്ക് വേണ്ടിയാണ് അമ്മയുടെ അരികിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിരുന്നത്. അത് മോളുടെ വാക്കുകളിൽ അതിൻ്റെ ദൈന്യത മുഴുവനും നമ്മൾ മനസ്സിലാക്കി. ആദ്യത്തേത്, അവിടെ ചെന്ന് ജോലി കണ്ടെത്താനാവാതെ വിഷമിച്ച അവസരം അമ്മ മാതാവ് മകൾക്ക് ജോലി അനുവദിച്ചു കൊടുത്തത് സാക്ഷ്യപ്പെടുത്തി. രണ്ടാമത്തത്, സ്റ്റുഡൻറ്റ് വിസയിൽ പോയിട്ട് അത് കെയർ വിസയായിട്ട് മാറാൻ വേണ്ടി പരിശ്രമിച്ച് ഏറെ പരാജയപ്പെട്ടത്, തിരികെ നാട്ടിലേക്ക് പോരേണ്ടി വരുന്ന വളരെ വലിയ ക്ലേശകരമായൊരവസ്ഥ,
അവസാന നിമിഷം വരെയും ഒരു വഴി തുറക്കാതെ അമ്മയുടെ അരികിൽ നിരന്തരം കണ്ണീരോടെ ആ നിയോഗം വെച്ച് നിരന്തരം പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവെച്ചത്. മകൾ അതുകൊണ്ടാണ് അത്ര വിങ്ങിപ്പൊട്ടി തൻ്റെ ജീവിതത്തെ അമ്മയുടെ അരികിൽ സമർപ്പിക്കുന്നത്. മറ്റൊന്നുകൂടി അതിനോട് ചേർത്ത് വയ്ക്കാനുണ്ട്. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് നാട്ടിൽ ഏൽപ്പിച്ചു പോയതാണ്. കുഞ്ഞിനെ പിന്നെ കാണുവാൻ പോലും പറ്റിയിട്ടില്ല. അതിനെ വീഡിയോയിലൂടെ കാണുന്നതല്ലാതെ അരികിൽ ചേർത്ത് നിർത്തുവാൻ പറ്റാതെ ക്ലേശിക്കുന്നു. കുഞ്ഞിന് 3-4 വയസ്സെത്തി. നാട്ടിൽ ഇവർക്ക് വരുവാനോ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകുവാനോ പറ്റാത്ത വിധം, കുഞ്ഞിന് വിസ കിട്ടാത്ത വിധം അതിൻ്റെയും കാര്യങ്ങളേറെ ക്ലേശത്തിലായി. ഈ ഇത്രയും ഗുരുതരമായ ജീവിത പ്രതിസന്ധിയുടെ സാഹചര്യങ്ങളെയാണ് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. 2-3 തവണ വിസയ്ക്ക് വേണ്ടി പണം ഏൽപ്പിച്ചു. ചില തവണ 1-2 തവണ പണം നഷ്ടപ്പെട്ടു. ഒരു തവണ പണം തിരികെ കിട്ടി. വിസയുടെ കാര്യം മാത്രം മുന്നോട്ടൊന്നും പോകുന്നില്ല. അങ്ങനെ തീ കൊണ്ട് മാത്രം ജീവിച്ച നാളുകൾ, കണ്ണീര് കൊണ്ട് മാത്രം ദിവസങ്ങൾ കടന്നു പോകുന്നത്, ഈ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് ജീവിതവും ഭാവിയും തീരുന്നുവെന്ന് മാത്രം മുൻപിൽ ബ്ലാങ്കായി നിൽക്കുന്ന സാഹചര്യങ്ങൾ. അവിടെയാണ് ഈ അമ്മ നാട്ടിൽ ഉടമ്പടി എടുത്ത് നിരന്തരം കൃപാസന മാതാവിനോട് അസാധ്യമെന്ന് കരുതുന്ന ഈ ജീവിത വിഷയത്തെ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു വഴി തുറക്കുന്നതിന്, കുടുംബം സംരക്ഷിതമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. മക്കൾ അതുപോലെ വിദേശത്തും കണ്ണീരോടുകൂടി അമ്മയുടെ അരികിൽ ആഗ്രഹത്തോടെ നിയോഗം സമർപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന നിയോഗത്തിന് സമയച്ചുരുക്കം മാതാവിൻ്റെ കരങ്ങളിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മ ദുരന്തങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കണമെന്ന് സന്ദേശം കൈമാറി അമ്മയുടെ അരികിൽ ഏതു ജീവിത ദുരന്തത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും അമ്മ സമയത്തിന് മേൽ അധികാരമായതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൈവിടാതെ സംരക്ഷിക്കുമെന്ന് ഈ കുടുംബം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതാണ് മകൾ പറഞ്ഞത്. 3-ാം തീയതി എൻ്റെ വിസ തീരും, 2-ാം തീയതി അവസാന മണിക്കൂറുകളിൽ എനിക്കെൻ്റെ വിസ അടിച്ച കയ്യിൽ ലഭിച്ചു. കുഞ്ഞിൻ്റെ വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. ഏറെ തടസ്സങ്ങളും ക്ലേശങ്ങളും ഉണ്ടായി. എങ്കിലും അതിൻ്റെയും തടസ്സങ്ങളും ക്ലേശങ്ങളും അവിടെ വന്ന നിയമപരമായ വ്യത്യാസങ്ങളും ഒക്കെ തരണം ചെയ്തുകൊണ്ട് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോകുവാൻ പറ്റുന്ന വിധത്തിൽ വിസ പ്രോസസ്സ് പൂർത്തീകരിച്ചെടുക്കുവാൻ സാധിച്ചുവെന്ന്. നമുക്ക് കണ്ണുകൾക്ക് വെളിച്ചമില്ലാത്ത വിഷയങ്ങൾ, കരങ്ങൾക്ക് നേടുവാനാവാത്ത പരിശ്രമങ്ങൾ, ജീവിതത്തിൽ ആകെ തകർന്നിരിക്കുന്ന സാധ്യതകൾ എല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുത്ത് വിശ്വസ്തയോടുകൂടി ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന, അടയാളങ്ങൾ കൊണ്ട് ജീവിതത്തെ സമ്പന്നമാക്കുന്ന കൃപാസനം മാതാവിൻ്റെ വലിയ സംരക്ഷണത്തിൻ്റെ സാഹചര്യങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് ജീവിതത്തിൽ കൈമാറുന്നത് കാണുവാൻ പറ്റും. അതുകൊണ്ട് ഈശോയുടെ കരങ്ങളിലേക്ക് ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശിക്കുന്ന വിഷയങ്ങൾ, വേദനിക്കുന്ന അനുഭവങ്ങൾ, തകർന്നു കിടക്കുന്ന മേഖലകൾ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് അമ്മയുടെയും ഈശോയുടെയും സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നന്ദി പറഞ്ഞ് ആൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ തിരുസന്നിധിയിൽ എൻ്റെ സാക്ഷ്യം, ഞങ്ങളുടെ സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഞാനും എൻ്റെ കുടുംബവും അമ്മയോടും യേശുവിനോടും നന്ദി പറയുന്നു. എൻ്റെ പേര് സനീഷ്. ഞങ്ങൾ വരുന്നത് നീർപ്പാറയിൽ നിന്നാണ്. ഇവിടെ ആദ്യം വരുന്നത് വൈഫിൻ്റെ അമ്മയും കൂടെയാണ്. ആദ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫിന് ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു UK. അപ്പോൾ അതിൻ്റെ എല്ലാ ഒരു പേപ്പർ ഒഴികെ ബാക്കി എല്ലാ പേപ്പറും കഴിഞ്ഞായിരുന്നു. അപ്പോൾ വൈഫിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരികളൊക്കെ കയറിപ്പോയി. അപ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് പേപ്പർ ഡിലേ ആയതുകൊണ്ട് വൈഫിന് പോകാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ പോയവർക്കാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ പെട്ടുപോയി. അതൊരു ചീറ്റിംഗ് ആയിരുന്നു. അതാരണം കൊണ്ട് അവർക്ക് പോകാൻ പറ്റി. അവർക്ക് ഭയങ്കര നഷ്ടമായിപ്പോയി. അമ്മ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വന്നിട്ട് നല്ലതാണെങ്കിൽ മാത്രം കയറി പോകാൻ പറ്റണേ എന്ന്. അപ്പോൾ പൈസ ഞങ്ങൾ കൊടുക്കുകയും ചെയ്തായിരുന്നു. പക്ഷേ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ആ പൈസ മുഴുവൻ തിരിച്ചു കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് ജോലി കുറച്ച് നാളത്തേക്കില്ലായിരുന്നു. ഞാൻ ആദ്യം വർക്ക് ചെയ്തത് ഒമാനിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ജോലിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വന്ന വൈഫിൻ്റെ അമ്മയും എന്ന് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ആ നിർദ്ദേശപ്രകാരം ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ആദ്യം അങ്ങനെ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. വൈഫും അമ്മയും പോകാൻ നേരത്തെ ഞാൻ തടയൊന്നുമില്ല, മീൻസ് പോകണ്ട അല്ലെങ്കിൽ അതിൽ വിശ്വാസം ഇല്ലയെന്ന് പറഞ്ഞ്. പക്ഷേ അത് അമ്മയും വൈഫും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവരോട് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഇവിടെ ഉടമ്പടിയൊക്കെ എടുത്ത്
കഴിഞ്ഞിട്ട് ഞാൻ വിസിറ്റിങ്ങിന് യു എയിലേക്ക് പോയി. അവിടെ പെട്ടെന്ന് തന്നെ എനിക്ക് ജോലി ശരിയായി, 1 മാസത്തിനുള്ളിൽ തന്നെ ജോലി ശരിയായി. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കാശ് രൂപമൊക്കെ കിട്ടിയായിരുന്നു. കാശ് രൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് എല്ലാ ഇൻ്റർവ്യൂവിനും ഒക്കെ പോയി അറ്റൻഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ ജോലി റെഡിയാവുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് മെഡിക്കൽ പാസ്സായി, ആദ്യത്തെ മെഡിക്കൽ പാസ്സായി. അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് ഓഫ് ഷോറിൽ ജോലി കിട്ടിയായിരുന്നു. ആ കമ്പനിയിൽ തന്നെ ഓഫ് ഷോറിൽ വർക്കുണ്ടായിരുന്നു. അപ്പോൾ ഓഫ് ഷോറിലേക്ക് പോകാനായിട്ട് മെഡിക്കൽ എടുത്തപ്പോഴത്തേക്കും എൻ്റെ ബ്ലഡിൽ അതായത് ക്രിയാറ്റിൻ കൂടുതലാണെന്നും പറഞ്ഞ് കാണിച്ചു. അപ്പോൾ അത് കാരണം കൊണ്ട് റിജക്റ്റ് ചെയ്തു ഓഫ് ഷോറിലേക്ക് പോയപ്പോഴത്തേക്കും. അപ്പോൾ ഡോക്ടറെ അടുത്ത് വേറെ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു. അവിടെ ചെന്ന് കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കും സ്കാനിങ്ങും ബ്ലഡൊക്കെ പിന്നെയും ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് നാട്ടിയിട്ട് കയറി പോയിക്കൊള്ളാൻ പറഞ്ഞു. ഓഫ് ഷോറിലാണെങ്കിലും ഓൺ ഷോറിലാണെങ്കിലും നമ്മൾ അവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ വൈഫിനോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ വൈഫിൻ്റെ അമ്മയാണെങ്കിലും പേടിക്കണ്ട, ഒരു കുഴപ്പം വരില്ല, അമ്മ മാതാവ് നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് അവർ തർപ്പിച്ച് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസമാണെങ്കിലും വൈഫ് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് സംസാരിച്ചു. അപ്പോൾ ഫോട്ടോയും അതിൻ്റെ റിപ്പോർട്ടും ആയിട്ട് വരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നു. അച്ഛൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിച്ചിരുന്നു. കാശ് രൂപം കിട്ടി, അതുപോലെ തന്നെ അനുഗ്രഹവും കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് അവർ തീർച്ചയായിട്ടും വൈഫ് ഇവിടുന്ന് നല്ല ഇതായിട്ടാണ് പറഞ്ഞത്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എല്ലാം മാറ്റി തരും, അമ്മ മാതാവ് എല്ലാം മാറ്റി തരുമെന്ന് പറഞ്ഞു. അത് 2 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നു. ഡോക്ടറെ അടുത്ത് ചെന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആദ്യത്തെ ഡോക്ടർ പറഞ്ഞു കയറി പൊക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ വേറൊരു ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ പിന്നെയും ചെക്ക് ചെയ്തപ്പോഴത്തേട്ട് പറഞ്ഞു, നിങ്ങൾ 1 മാസം റെസ്റ്റ് എടുക്കുക, നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക. ഇപ്പോൾ ഈ പറയുന്ന മറ്റേ ഡോക്ടർ പറഞ്ഞ അത്ര വിഷയങ്ങളൊന്നുമില്ല, അതിനാൽ 1 മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് റെസ്റ്റ് എടുത്തു. 1 മാസം കഴിഞ്ഞ് വീണ്ടും വന്നപ്പോഴത്തേക്കും എനിക്ക് ക്രിയാറ്റിൻ നോർമൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞത്, നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങളൊരു ഡയാലിസിസ് പേഷ്യൻ്റാണെന്ന് തോന്നിയത്. അങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടല്ലേ. നമുക്കാണെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിലും 3 കുട്ടികൾ, വൈഫ്, അമ്മ, ഇത്രയും പേര് 6 പേര് നമുക്കുള്ളത്. അപ്പോൾ നമുക്കതൊന്നും പെട്ടെന്ന് നമുക്ക് സാധാരണക്കാർക്കായി ആർക്കും നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ഇതാണ് നമുക്ക് കേട്ടത്. അപ്പോൾ പിന്നെ രണ്ടാമത് ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ 1 മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ എടുത്തു. അത് കഴിഞ്ഞിട്ട് 3ാമത് സ്കാൻ ചെയ്തു. ക്രിയാറ്റിന് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് നോർമലായി, എല്ലാം നോർമലായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനിടയിൽ ഈ 1 മാസമാണെങ്കിലും അതിന് മുമ്പാണെങ്കിലും നമ്മൾ 2 നേരം പ്രാർത്ഥിക്കുകയും അമ്മയാണെങ്കിൽ, വൈഫിൻ്റെ അമ്മയാണെങ്കിൽ എല്ലാ പ്രാർത്ഥനകളും അയച്ചു തരും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ നേരത്താണെങ്കിലും നമ്മളത് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. ഇപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ്, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നല്ലൊരിതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിനാൽ അമ്മ മാതാവ് നല്ല രീതിയിലുള്ള വഴിയാണ് നമുക്ക് എപ്പോഴും കാണിച്ചു തന്നിട്ടുള്ളൂ, അമ്മയുടെ അടുത്ത് മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ട്. അതുപോലെ തന്നെ വൈഫിനാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് പൈസ പോകാതെ എല്ലാം തിരിച്ചു കിട്ടി. പിന്നെ ബാക്കിയുള്ളത് വൈഫ് പറയും. കൃപാസനത്തിലെ പത്രം വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ ക്യാൻസർ രോഗികൾക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള പണം കൊടുക്കുകയും പൊതിച്ചോറുകൾ വിതരണം ചെയ്യുകയും ഡെയിലി എല്ലാ ദിവസവും 2 നേരവും പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ പ്രെയർ കേൾക്കുകയും ചെയ്യാറുണ്ട്. ആത്മീയ ജീവിതമായിട്ട് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും. പറ്റുമ്പോൾ ഒക്കെ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് അമ്മയോട് പ്രാർത്ഥിക്കാറുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾക്കൊണ്ടാവുന്ന രീതിയിൽ മറ്റുള്ളവരോട് ഞങ്ങൾ കൃപാസനത്തെ പറ്റി പറയാറുണ്ട്, ഞങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മൾ ഈശോയും മാതാവിനെയും നമ്മൾ നെഞ്ചോട് ചേർത്ത് മനസ്സിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം റെഡിയാക്കി തരും. നമ്മൾ എപ്പോഴും വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് നല്ല പ്രാർത്ഥനയിൽ ഏർപ്പെട്ട് മറ്റുള്ള ആൾക്കാർക്ക്, അവർക്ക് നമ്മളെക്കാളും അതായത് പാടില്ലാത്തവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല കാരുണ്യ പ്രവർത്തികളും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാതാവ് എപ്പോഴും കൂടെ ഉണ്ടാവും. മാതാവ് മുന്നിൽ നമ്മൾ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും ഒരു ആൽരൂപമായിട്ട് വന്ന് നമ്മളെ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഏതെങ്കിലും രീതിയിലായിട്ട് വന്ന് നമ്മളെ സഹായിക്കും. അത് 100% ഉറപ്പാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ പറഞ്ഞില്ലേ, വൈഫൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ അവരെ ചില സമയത്ത് കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്, എന്തിനാ പോണേന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അടുത്ത് വന്ന് നമ്മൾ പരിചയപ്പെടുമ്പോഴത്തേക്കും മാതാവിൻ്റെ അനുഗ്രഹവും മാതാവിൻ്റെ സ്നേഹവും നമുക്ക് ശരിക്കും മനസ്സിലാവും. നമ്മളെല്ലാവരും ആ മാതാവിനോട് നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അമ്മേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു.
ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനം 75 1-ാം വചനമാണ്. നന്ദി പറയുന്ന, കൃതജ്ഞതയെ അർപ്പിക്കുന്ന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ ആഴത്തിലുള്ള ബന്ധമാണ്. ഹൃദയത്തിൽ നിന്നുള്ള ഒരു ആരാധനയാണ് ഈ നന്ദി പറയൽ. ദൈവം ചെയ്യുന്ന വലിയ കാര്യങ്ങൾ മറക്കാതെ അവയെ മറ്റുള്ളവർക്ക് അറിയിക്കുകയും സാക്ഷ്യമായി പറയുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സാക്ഷ്യം, യഥാർത്ഥ ദൈവസ്നേഹം. സന്നീഷും ഭാര്യയെയും നമ്മളോട് ഷെയർ ചെയ്തത് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു സാക്ഷ്യമാണ്. വിസിറ്റിംഗ് വിസയിലാണ് അബുദാബിയിൽ പോയത്. അവിടെ ചെന്ന് 15 ദിവസത്തിനകം ഇവർ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ഒരു നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിച്ചു. ടൈം ഷോർട്ടനിൻ്റെ അമ്മയാണ്. ഈ സമയ ചുരുക്കത്തിൻ്റെ അമ്മ 15 ദിവസം കൊണ്ടാണ് ഈ മകനൊരു പുതിയ ജോലി സമ്മാനിച്ചത്. ഇതാണ് ഉടമ്പടി ജീവിതത്തിൽ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുമ്പോഴാണ് ഇങ്ങനെ നന്ദി പറയുവാനായിട്ട് ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. പിന്നീട് ഈ മകൻ്റെ മെഡിക്കൽ ഫിറ്റ്നസ് ആയിരുന്നു. ആദ്യം പ്രാവശ്യം പോയപ്പോൾ ക്രിയാറ്റിൻ കൂടുതലായിരുന്നു. പിന്നീട് ടെസ്റ്റ് ചെയ്താൽ പോയപ്പോഴാണ് ആ ക്രിയാറ്റിൻ നോർമലായത്. അത് വളരെ ഈസി ആയിട്ട് നടക്കുന്ന കാര്യമല്ല. ഇവിടെയും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ നമുക്ക് നല്ലതുപോലെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇവർ ഉടമ്പടി വസ്തുക്കളും ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഒക്കെ ഉപയോഗിച്ചാണ് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയും ഈശോയും അമ്മയും കേൾക്കാതിരുന്നില്ല. ഇവർക്ക് നല്ലൊരു റിപ്പോർട്ട് നൽകി ക്രിയാറ്റിൻ കുറച്ച് കൊടുത്തു. വൈഫിൻ്റെ ജോലി സംബന്ധമായിട്ട് UK പോകാനായിട്ട് കുറേ ക്യാഷ് കൊടുത്തിരുന്നു. നല്ലൊരു തുക 9 ലക്ഷമായിരുന്നു. കൂട്ടുകാർ പലരും കൊടുത്തിരുന്നു. അവർക്കാർക്കും ആ ക്യാഷ് തിരിച്ചു കിട്ടിയില്ല. ഇവർ ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് ആ മുഴുവൻ പൈസയും തിരിച്ചു കിട്ടാനായിട്ട് സാധിച്ചു. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹവും കൃപയുമാണെന്നാണ് ഈ കുടുംബം നമ്മുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈശോയും അമ്മയോടും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീര് കാണാതിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ കൂടെയുള്ളത്. വെറും വാക്കുകളിലല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഓർത്ത് നന്ദി പറയുവാൻ വരുമ്പോഴും വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുമ്പോഴുമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്ദി പറയാനുള്ള സാഹചര്യം ദൈവം ഒരുക്കി തരുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകീർത്തിക്കുന്നത് യഥാർത്ഥ സാക്ഷ്യമാണ്. നമ്മുടെ ജീവിതത്തിലും ചെറുതും വലുതുമായ കാര്യങ്ങൾ ദൈവം നടത്തി തരുമ്പോൾ നമ്മൾക്കും കൃതജ്ഞതയോടെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നന്ദി പറയാം. എല്ലാ കാര്യങ്ങളും നടത്തി തരുന്ന ഒരു ദൈവമാണ്, നമ്മളെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളതെന്ന് നമുക്കും വിശ്വസിക്കാം. നമുക്കെപ്പോഴും നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഓർത്ത് നമുക്ക് ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. അത്ഭുത പ്രവൃത്തികൾ നമുക്കും പ്രവർത്തിക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. സതീഷിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ലിഡിയ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കടുപ്പിശ്ശേരി ഇടവകയിൽ നിന്നാണ് വരുന്നത്. 2019 ഫെബ്രുവരി 14 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എന്നാൽ ആ ഉടമ്പടി നിബന്ധനകൾ എനിക്ക് അന്ന് പൂർണ്ണമായും പാലിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് എൻ്റെ ഉടമ്പടി അവിടെ പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടി വന്നു. അതിനുശേഷം 2024 മെയ് 1-ാം തീയതി ഞാൻ ഉടമ്പടി വീണ്ടും പുതുക്കി. ആ ഇടയ്ക്കാണ് എനിക്ക് കാലിന് ഉപ്പൂറ്റി വേദന, നല്ല വേദന ഉണ്ടായിരുന്നു. രാവിലെ എനിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെഡിൽ നിന്ന് കാല് കുത്തി കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരുന്നു. ഡോക്ടറെ കണ്ടു. ഡോക്ടർ മരുന്ന് ഓയിൽമെൻ്റൊക്കെ തന്നു. എന്നിട്ട് മാറിയില്ല എനിക്ക്. എന്നിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം എല്ലാ ദിവസവും കാലിൽ പുരട്ടി. അതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മ എനിക്ക് ഉപ്പൂറ്റി വേദന മാറ്റി തന്നു. എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് സൈക്കിൾ ബാലൻസ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയി. ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ അന്ന് ഞാൻ ഉടമ്പടി ഉപ്പ് ഗ്രൗണ്ടിലിട്ടു, വിശ്വാസപ്രമാണം ചൊല്ലി ഗ്രൗണ്ടിലിട്ടു, പ്രാർത്ഥിച്ചു. പക്ഷേ എന്നാലും ഞാൻ ഫെയിലായി. 2 പ്രാവശ്യവും ഞാൻ ഫെയിലായി. പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ടാണ് ഞാൻ പാസ്സാവേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ അമ്മ ഇഷ്ടമുള്ളത് ചെയ്തു തന്നാൽ മതി,
എന്ന് പറഞ്ഞ് ഞാൻ 3-ാമത്തെ പ്രാവശ്യവും ഡേറ്റ് എടുത്ത് ഗ്രൗണ്ടിലേക്ക് പോയി, ടെസ്റ്റിന് പോയി. പരിശുദ്ധ അമ്മ എനിക്ക് അന്ന് എനിക്ക് പാസ്സാക്കി തന്നു. എൻ്റെ ടെസ്റ്റ് എനിക്ക് പാസ്സാക്കി തന്നു. എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, എൻ്റെ പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ടാണ് ഞാനത് പാസ്സായത്. എൻ്റെ 3-ാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. അവളുടെ മേത്ത് പുറത്ത് നിറച്ച് കുരുക്കളുണ്ടായിരുന്നു. ആ കുരുക്കൾ ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ഡോക്ടറെയൊക്കെ കണ്ടു, കുറേ വില കൂടിയ മരുന്നുകളൊക്കെ പുരട്ടിയിട്ട് മാറിയില്ല. ഭയങ്കര ചൊറിച്ചിലായതുകൊണ്ട് ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു അവൾക്ക്. മരുന്ന് കഴിച്ചിട്ടൊന്നും മാറിയില്ല. അപ്പോൾ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പും ഉടമ്പടി തൈലവും അവളുടെ പുറത്ത് പുരട്ടി കൊടുത്തു. എല്ലാ ദിവസവും പുരട്ടും. അതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മ അവളുടെ ആ ചൊറിച്ചിലും എല്ലാ കുരുക്കളൊക്കെ മാറി. ഈ നിമിഷം വരെ ഒരു വർഷത്തോളമായി അവൾക്ക് ഒരു കുഴപ്പമില്ല. ഇനി അടുത്ത സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മകൻ്റെ ഒരു സാക്ഷിയാണ്. അവന് ഇടയ്ക്കിടയ്ക്ക് ഛർദി ഉണ്ടായിരുന്നു. ഒരു മാസം ഛർദ്ദിച്ചാൽ 2 മാസം കൂടുമ്പോൾ വീണ്ടും ഛർദ്ദിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഡ്രിപ്പ് ഇടും, വീണ്ടും കുറഞ്ഞ് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരും. വീണ്ടും 1 മാസം കഴിഞ്ഞ് വീണ്ടും ഛർദി തുടങ്ങും, വീണ്ടും ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്പ് ഇടും, വീണ്ടും മാറും, വീണ്ടും തിരിച്ചു വരും. അന്ന് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ വന്നിട്ട് മാതാവിനോട് ഞാൻ ആശുപത്രിയിൽ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ മകന് ഇനി വരാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മകനെ ഈ അൾത്താരയിൽ കൊണ്ട് വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം. എൻ്റെ മകന് ഛർദി മാറി കിട്ടണം, അവനിനി ഒരിക്കലും വരരുത്, ഛർദി വരരുത്, മാറ്റി കിട്ടണം. ഞാൻ അവനെ കൊണ്ട് അൾത്താരയിൽ വന്നോളാം. ഈ കഴിഞ്ഞ ലാസ്റ്റ് ഒക്ടോബറിലാണ് അവന് ലാസ്റ്റ് ഛർദി വന്നത്. അന്ന് കുറച്ച് കൂടുതലായിരുന്നു. ഡ്രിപ്പ് ഇട്ടിട്ടും മാറ്റി കിട്ടിയില്ല. വീണ്ടും വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡ്രിപ്പ് ഇട്ടിട്ടും മാറിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വേറൊരു ഡോക്ടറുടെയും കൂടിയും ഒപ്പീനിയൻ എടുക്കാമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ അപ്പോളോയിൽ പോയി വേറൊരു ഡോക്ടറെ കണ്ടു. അവിടെ ആ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആ സ്കാൻ ചെയ്യണമെന്നാണ് ഇവിടെ ഒക്ടോബറിലെ ജവമാല റാലി നടക്കുന്നത്. ആ ജവമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു, പ്രാർത്ഥിച്ചു, നന്നായി മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ മകനെ സർജറി കൂടാതെ അപ്പൻഡിക്സ് ഒന്നും ഇല്ലാതെ മാറ്റി കിട്ടാൻ പ്രാർത്ഥിച്ചു. അന്ന് ജവമാല റാലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് കയറി. ഡോക്ടർ പറഞ്ഞു അവന് ഒരു കുഴപ്പമില്ല, അപ്പൻഡിക്സ് ഒന്നുമില്ല, സർജറി ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അവന് മാറ്റി പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അവന് ആ സർജറി ഒന്നും കൂടാതെ അവൻ്റെ രോഗം മാറി കിട്ടി. ഈ 3 മാസമായി അവനിപ്പോൾ ഒരു ഛർദിയിലൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അതുകൂടാതെ എനിക്ക് പള്ളിയിൽ വെച്ചിട്ട് ഞാൻ കുർബാന കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈശോൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നല്ല മുല്ലപ്പൂ സുഗന്ധം കിട്ടി. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് വീട്ടിലേക്ക് വരുന്ന പാവങ്ങളെ എന്നാൽ കഴിയുന്ന വിധം ഞാൻ സഹായിക്കാറുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. വൃദ്ധസദനങ്ങളിൽ എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള പൈസ ഞാൻ കൊടുക്കാറുണ്ട്. മെഡിക്കൽ കോളേജിലേക്ക് അതുപോലെ തന്നെ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോയിട്ട് ഓട്ടോ സ്റ്റാൻഡിലും വീടുകളിലൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. ഇതിൽ കൂടെ ആത്മീയമായി എനിക്ക് കൂടുതൽ വളരാൻ സാധിച്ചു. പരിശുദ്ധ അമ്മയോടും ഈശോയോടും കൂടുതൽ അടുക്കാൻ സാധിച്ചു. ആദ്യമൊന്നും ഞാൻ അധികം പള്ളിയിലൊന്നും പോയിരുന്നില്ല, ഞായറാഴ്ചകളിൽ മാത്രമായിരുന്നു പള്ളിയിൽ പോയിരുന്നത്. ഈശോയോടും പരിശുദ്ധ അമ്മയോടും കൂടുതൽ അടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും കുമ്പസാരിക്കാനും കൊന്ത ചൊല്ലാനും എല്ലാം എനിക്ക് സാധിച്ചു. ഇത്ര വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. സുവിശേഷം 11-ാം അധ്യായം 24-ാം വചനമാണ്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന, അത് സ്വീകരിക്കുമെന്നുള്ള വിശ്വാസം, ഇതാണ് ഓരോ ഉടമ്പടി മക്കൾക്കും വേണ്ടത്. സമയ ചുരുക്കത്തിന് മേൽ അധികാരമുള്ള അമ്മയോടാണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന യാചിക്കുന്നത്. അമ്മ എങ്ങനെയാണ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തി തരുന്നതെന്നും കാത്തു പരിപാലിക്കുന്നതെന്നും നമുക്ക് ഈ ഉടമ്പടി സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. ലിഡിയ ജിബി എന്ന മകൾ പറഞ്ഞ സാക്ഷ്യത്തിൽ
4 മാസം നീണ്ടു നിന്ന ഉപ്പൂറ്റി വേദനയാണ് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ രോഗസൗഖ്യം ലഭിച്ചത്. പിന്നീടുണ്ടായിരുന്ന മകൻ്റെ 1 വർഷത്തോടെ നീണ്ടു നിന്ന ഒരു ഛർദി, പിന്നെ പറഞ്ഞിരുന്ന സർജറി, ഇതെല്ലാം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് അതെല്ലാം ദൈവം മാറ്റിത്തന്നത്. സർജറി കൂടാതെ ഈ മകൻ്റെ രോഗവും ആ ഛർദിയുടെ അസുഖം ഉണ്ടായിരുന്ന 1 വർഷം ഉണ്ടായിരുന്ന അസുഖമാണ് ഈശോയും അമ്മയും കൂടി മാറ്റിക്കൊടുത്തത്. ഇതാണ് ഉടമ്പടി മക്കൾ. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും കിട്ടുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. പിന്നെ ഉണ്ടായിരുന്ന ഈ മകളുടെ പുഴുക്കടിയുടെ ഒരു അസുഖം ഉണ്ടായിരുന്നു, 3 മാസം ഉണ്ടായിരുന്നതാണ്. അതും ഇതുപോലെ തന്നെ തുടർച്ചയായിട്ടുണ്ടെന്ന ഏത് അസുഖമായാലും വേണ്ടില്ല, ഉടമ്പടി തൈലമായ ഉടമ്പടി സോൾട്ടും ഉപ്പും തേനും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോഴാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും രോഗശാന്തി ഇവർക്ക് ലഭിക്കുന്നത്. പിന്നെ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയപ്പോൾ ആദ്യമൊക്കെ മോള് വിശ്വസിച്ചു, മെറിറ്റിൽ പാസ് ചെയ്യാം, എങ്ങനെയെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമെന്ന് വിചാരിച്ചു. പിന്നെ വിശ്വാസമില്ലാതായി. പിന്നെ വീണ്ടും അമ്മയുടെ ഹിതം എന്താകട്ടെ അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കൃപ മൂലമാണ് ഈ മോള് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ സാധിച്ചത്. പിന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്ന ഒരു സുഗന്ധാഭിഷേകം, ഒരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധമാണ് ഈ മകൾക്ക് ലഭിച്ചത്. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ പ്രാർത്ഥനയും യാചനയും കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യുമെന്നിവരെ ഓർമ്മപ്പെടുത്താനാണ് ആ മുല്ലപ്പൂവിൻ്റെ സുഗന്ധത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ സാന്നിധ്യം ഇവർക്ക് മനസ്സിലാക്കി കൊടുത്തത്. പിന്നെ ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷം ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ഒരു ക്രിസ്ത്യാനി മാത്രമായിരുന്നു ഇവർ. പിന്നീട് ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു ആത്മീയ വളർച്ചയാണ് നാം കാണുന്നത്. ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷം എന്തും ലഭിക്കും, എന്തും പ്രാർത്ഥിക്കാം, എന്തും യാചിക്കാം, വിശ്വസിച്ച് പ്രാർത്ഥിക്കാം, ലഭിക്കുക തന്നെ എന്നുള്ളൊരു വിശ്വാസം വന്നപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് വളരെ നല്ലൊരു വളർച്ചയാണ് കാണുന്നത്. കൃപാസനം അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തടസ്സങ്ങൾ ഓരോന്നോരോന്നായിട്ടും നീങ്ങിപ്പോവുകയാണ്. അമ്മ മാധ്യസ്ഥം വഹിച്ച ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, ലിഡിയ ജിബിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും രോഗസൗഖ്യം ലഭിച്ചതിനും മറ്റെല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെയിംസൺ. ഞാൻ സെൻറ്റ് തോമസ് ജ്ഞാനായ കാത്തോലിക് ചർച്ച് രാമമംഗലം. ഞാൻ ആദ്യമായി ഈ ദേവാലയത്തിൽ, പരിശുദ്ധമായ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ദേവാലയത്തിൽ 2023 ജനുവരിയിൽ വന്നു. അതിനുശേഷം 24/2/2023 ഉടമ്പടി എടുത്തു. എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എക്സ് സർവീസ്മാനാണ്. ഞാൻ പല ഫീൽഡിലും ജോലി ചെയ്തു. ഞാൻ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രിമാരുടെയും ഒക്കെ കൂടെ ജോലി ചെയ്തതാണ്. ഗവർണർമാരുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. വർഷങ്ങളോളം ഇങ്ങനെ ജോലി ചെയ്തതിന് ശേഷം വലിയ കുഴപ്പമില്ലാണ്ടിരുന്നു. ലാസ്റ്റായിട്ട് ഞാൻ മർച്ചൻ്റ് നേവിയിലാണ് ജോലി ചെയ്തത്. ഇങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ ഈ ദേവാലയത്തെക്കുറിച്ച് അറിയുവാനും ഈ ദേവാലയത്തിൽ വരുവാനും ഇടയായത്. വലിയ പ്രശ്നമൊന്നുമില്ല, വലിയ 2 മക്കൾ, സമാധാനമുള്ള ജീവിതം. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തതെങ്കിലും ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടുകൾ. ഇവിടെ ഒന്നും അറിയില്ല. സമൂഹത്തിൽ എന്നെ വലിയ ഇതായി ഞാൻ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ നാണം കെടുത്തുന്നു. എനിക്കെതിരായി കേസ് കൊടുക്കുന്നു. വേറൊരാൾ സ്ഥലത്തിൽ തീയിടുന്നു. അങ്ങനെ സമൂഹത്തിൽ സാധാരണ എല്ലാവരും കൃപാസനം വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാം അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നതെങ്കിൽ എനിക്ക് പ്രതികൂലമായ കാലാവസ്ഥ അല്ലെങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ, വലിയൊരു ബുദ്ധിമുട്ട്. ഞാൻ ഇനി എന്ത് ചെയ്യണം? പക്ഷേ എങ്കിലും ഞാൻ മറ്റുള്ളവരും കൂട്ടുകാരും എൻ്റെ മാതാപിതാ, എൻ്റെ ഭാര്യ, മറ്റുള്ളവരൊക്കെ പറഞ്ഞു, നിങ്ങൾ ഈ പ്രാർത്ഥന കൂടുതലുകൊണ്ടാണ് ദൈവത്തോട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അതുകൊണ്ട് കുറയ്ക്ക്. പക്ഷേ എങ്കിലും ഞാൻ കുറച്ചില്ല. എല്ലാ ദിവസവും കൃത്യമായിട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് അതുപോലെ തന്നെ പ്രാർത്ഥന ചെല്ലും. അതുപോലെ തന്നെ ബന്ധസ് പ്രാർത്ഥന, മറ്റു പ്രാർത്ഥനകളെല്ലാം ചെയ്തതിന് ശേഷമാണ് എല്ലാ ദിവസവും കുർബാനയ്ക്ക് ചെല്ലും. ഇങ്ങനെ അതുപോലെ തന്നെ കുമ്പസാരിക്കുക, എല്ലാ ജീവിതത്തിൻ്റെ ചര്യകളെല്ലാം കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ
എൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ തുടർച്ചയായിട്ട് ഇവിടെ വരികയും എല്ലാ മാസവും കൃത്യമായിട്ട് ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ വന്ന് ഉടമ്പടി പത്രങ്ങളും എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോവുകയും വിതരണം ചെയ്യുകയും ചെയ്തു. ഒരു ദിവസം ഒരു പ്രാവശ്യം കഴിഞ്ഞു, 2 പ്രാവശ്യം, 3-ാമത്തെ മാസം പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയി വീട്ടിൽ ചെന്നപ്പോൾ കുറച്ച് പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റുള്ളവരെല്ലാം വന്ന് നിൽക്കുന്നു. ഞാൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം 57 വർഷം മുമ്പ് എൻ്റെ മാതാപിതാക്കന്മാരുടെ ആയിട്ടുള്ള ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനെന്നാൽ ഓർക്കുന്ന പോലുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ചെറിയൊരു കുന്നുപോലെ സ്ഥലമുണ്ട്. അവിടെ നിന്ന് വെള്ളം ഒഴുകി വന്ന് കൃഷി സ്ഥലങ്ങൾ നശിക്കുകയായിരുന്നു. അപ്പോൾ ഈ 57 വർഷം മുമ്പ് നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന അവർ വേറൊരാൾക്ക് സ്ഥലം വിറ്റു. അവർ വന്നപ്പോൾ ഈ സ്ഥലത്തിന് ആ വെള്ളം എല്ലാം അടച്ച് ഞങ്ങളുടെ കൃഷി സ്ഥലങ്ങൾ അല്ലെങ്കിൽ റബ്ബർ മറ്റുള്ളതെല്ലാം ഉണങ്ങിപ്പോവുക, മറ്റുള്ളതെല്ലാം പ്രശ്നം ഉണ്ടാകും. ഇങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ അത് ഞാനും ചെറുതായിട്ട് ഇതുപോലെ പ്രശ്നമുള്ള കാരണത്തിൽ ഞാനിത് പറഞ്ഞിരുന്നു പഞ്ചായത്ത് പ്രസിഡൻറ്റിനോട്. അവരും വന്ന് വെയിറ്റ് ചെയ്യുന്നു. അവിടെ വന്ന് വീട്ടിൽ വന്ന് നോക്കിയിരിക്കുക. ഞാൻ അവിടെ വന്നപ്പോൾ എല്ലാം നമുക്കിങ്ങനെ എന്തെങ്കിലും സൊല്യൂഷനൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. പിന്നീട് വീണ്ടും ഞാൻ എൻ്റെ പ്രവൃത്തികൾ തുറന്നുകൊണ്ട് പോകുന്നു. എല്ലാ മാസവും ഇവിടെ വന്ന് ഈ ഉടമ്പടി പത്രം ഞാൻ പത്രം വാങ്ങിക്കൊണ്ട് പോകുന്നു, വിതരണം ചെയ്യുന്നു. ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങളുടെ അടുത്ത് ഒരു 16 സെൻറ്റ് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലം ഞാൻ വാങ്ങിച്ചപ്പോഴാണ് അവിടെ ഒരു കുന്ന് പോലെ ചെറിയ കുറച്ച് മല പോലെ അല്ലെങ്കിൽ കുറച്ച് മണ്ണ് കൂടുതലുണ്ട്. ആ മണ്ണ് ഈ പറയുന്ന താഴ്ന്ന സ്ഥലമായ എൻ്റെ പറമ്പിലിടുകയും ഈ അവിടെ പിന്നെ ബെൽറ്റ് കെട്ടി വാർത്ത് അതിനുശേഷം ഞാൻ മതിലുണ്ടാക്കി ഗേറ്റും പണിതു. ഈ 57 വർഷത്തെ പ്രശ്നം ഇത് മാതാവ് പറഞ്ഞ് ഏറ്റെടുത്ത് അത് നടത്തി തന്നു, അല്ലെങ്കിൽ പരിഹരിച്ചു. പിന്നീട് ഞാനിങ്ങനെ അത് കഴിഞ്ഞ ശേഷമാണ് വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പോയാൽ പോരല്ലോ, കുറച്ചൊരു മാറ്റം വരല്ലോ എന്നോർത്ത് ഞങ്ങൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. ആവേ മരിയ എന്ന കൂട്ടായ്മയിൽ ഉണ്ടായി. അതിലകത്ത് ഞങ്ങൾ ഇപ്പോൾ 66 അംഗങ്ങളുള്ള ഒരു ചെറിയൊരു കൂട്ടായ്മയാണ്. എങ്കിലും എല്ലാ മാസവും ഞങ്ങളെ രോഗികളെ കാണും. അതുപോലെ തന്നെ ക്യാൻസർ രോഗികളെ, അതുപോലെ പറ്റുന്നവർക്ക് പൈസ കൊടുക്കേണ്ടവർക്കാണെങ്കിൽ പൈസ കൊടുക്കുക, പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, ഈ ഇവിടെ നിന്ന് കിട്ടുന്ന തൈലവും വിശുദ്ധമായ തൈലവും ഉപ്പും കൊടുത്ത് അവരെ നമുക്ക് പറ്റുന്ന പോലെ പ്രാർത്ഥിക്കും. ഇങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കതുപോലെ തന്നെ ഈ ടെക്സ്റ്റൈൽസ് നിന്നൊക്കെ കിട്ടുന്ന, അതായത് ഉപയോഗിക്കാതെ തന്നെ മുഷിഞ്ഞു പോകുന്നുണ്ട്, ആ വസ്ത്രങ്ങളെല്ലാം വാങ്ങിക്കുക. അങ്ങനെയെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് മറ്റുള്ള കഴുകി ക്ലീനാക്കി മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറ്റുന്ന പോലെ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഇത്രയും പേരുണ്ടെങ്കിലും ഞങ്ങൾ ഇതിനടുത്ത് കഴിഞ്ഞ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ 3 പേരെ, ഞങ്ങൾ ഈ ഉടമ്പടി എടുത്ത ഈ 3 പേരെ നിർത്തിയിരുന്നു. ഈ 3 പേരും ജയിച്ച് അതിൽ ഈ ഒരാൾ ഇന്ന് മണിയുടെ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അവർ ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടുന്ന് പത്രം കൊണ്ടുപോകുമ്പോൾ സാധാരണ ഇവിടുന്ന് പത്രം കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ഒരു അമ്മയെ അറിയാത്തവർ അല്ലെങ്കിൽ ഇതെന്താണെന്നറിയാത്തവർ, ഞാൻ പരിശുദ്ധ അമ്മയുടെ വചനം അല്ലെങ്കിൽ കാര്യങ്ങളെ മാതാവിൻ്റെ പ്രാർത്ഥനയും സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞോറിയും 2000 അച്ചടിപ്പിച്ച് ഇതിൻ്റെ കൂടെ വിതരണം അറിവില്ലാത്തവർക്ക് മാത്രം അങ്ങനെയും കൊടുക്കുമായിരുന്നു. പിന്നെ ഇതുപോലെ അനേകം ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മയുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒരു കൂട്ടായ്മയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൈബിൾ അറിയാത്തവരെ ഒരു എല്ലാ ദിവസവും തന്നെ ഞങ്ങൾ ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കും. 3 അധ്യായം അല്ലെങ്കിൽ ചിലപ്പോൾ 5 അധ്യായം വീതം ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് ഉത്തരം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഉത്തരം എഴുതി ഞങ്ങൾ പറയുക, അതിനെ കളക്ട് ചെയ്ത് അതിനുശേഷം അതിന് ഞങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യം ഒരു വിന്നർ തിരഞ്ഞെടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്. ഇതെല്ലാം തന്ന അനുഗ്രഹത്തിന് മാതാവിന് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഈ ചെറുതായെങ്കിലും ചെറിയ ഉപകാരങ്ങളും പ്രവർത്തനവും ചെയ്യുവാൻ എന്നെ അനുവദിച്ച ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ ഓർത്ത് എൻ്റെ ജീവിതത്തെ ഓർത്ത് നന്ദിയോടെ ഓർക്കുന്നു. ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഒരിക്കൽ കൂടി മാതാവിന് മുമ്പിൽ സമർപ്പിക്കുന്നു. യേശുവെ സ്തുതി, യേശുവെ നന്ദി, യേശുവെ മഹത്വം. സങ്കീർത്തനങ്ങൾ 37:23 മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്,
തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. ജെയിംസൺ എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വ്യക്തിപരമായ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഉടമ്പടി എടുത്ത മക്കൾ ഒരുമിച്ച് കൂടി നന്മയ്ക്കായി നിലനിൽക്കുന്ന പ്രവൃത്തികളെയുമാണ് അമ്മയുടെ സന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തിയത്. 57 വർഷമായുള്ള സ്ഥലസംബന്ധമായൊരു പ്രശ്നം, അത് ഇത്തിരി അകൽച്ചയും പ്രയാസവുമായി നിലനിന്നിരുന്നത് അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിന് ആരെയും വേദനിപ്പിക്കാത്ത സുസ്ഥിരമായ പരിഹാരം അമ്മ മാതാവ് കുടുംബത്തിന് നൽകിയതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. അതിന് അമ്മ മാതാവ് തന്നെ മറ്റൊരു സ്ഥലം ക്രമീകരിച്ച് വാങ്ങുവാനും അവിടെ നിന്നുള്ള മണ്ണ് ഇവിടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെയുള്ള കുറവ് പരിഹരിച്ച് ബലവത്താക്കുവാനും അമ്മ അനുഗ്രഹിച്ചതിനെ മകൻ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു. മറ്റൊന്ന്, ഉടമ്പടിയെടുത്ത വ്യക്തികൾ ചേർന്നുള്ള കൂട്ടായ്മ രൂപീകരിച്ചതാണ്. നമ്മൾ ആ കൂട്ടായ്മകൾ രൂപീകരിക്കപ്പെടുന്നത് അഖണ്ഡ ജപമാല ചൊല്ലുന്നതിനാണ്. അമ്മയുടെ മാധ്യസ്ഥത്തിൽ ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ കൂടി അഖണ്ഡ ജപമാല ചൊല്ലി പ്രത്യേകമാംവിധം ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. എമ്പാടും ഇപ്പോൾ അഖണ്ഡ ജപമാല സമൂഹങ്ങളുണ്ട്. 5, 10, 20 വീടുകൾ ഒരുമിച്ച് ചേർന്ന് അവർ അഖണ്ഡ ജപമാല ചൊല്ലി ഉടമ്പടി എടുത്ത ഉടമ്പടിയിൽ നിയോഗം വെച്ചിരിക്കുന്ന ഓരോ വിഷയത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ ഈശോയുടെ അനുഗ്രഹത്താൽ സമയച്ചുരുക്കത്തിൽ അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പദ്ധതിയാണത്. പ്രിയമുള്ളവരെ, നമ്മൾ ഉടമ്പടി എടുക്കുന്നു എന്നതിനോടൊപ്പം പ്രധാനപ്പെട്ടതാണ് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഉടമ്പടി എടുത്തിരിക്കുന്ന മക്കളുടെ ജീവിത വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക എന്നത്. മോശ കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഇസ്രായേൽ വിജയിച്ചുവെന്ന വചനത്തിൽ നമ്മൾ വായിക്കുന്നവരാണ്. മോശയുടെ കരം താഴ്ന്നപ്പോഴൊക്കെ ഇസ്രായേൽ പരാജയപ്പെട്ടു തുടങ്ങിയെന്നും അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോശയുടെ കരം താഴാതിരിക്കുവാൻ അവരത് ഉയർന്നു തന്നെ നിൽക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തുവെന്നും വചനത്തിൽ നാം കാണുന്നുണ്ട്. നാം മറ്റുള്ളവർക്ക് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, അധരം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഹൃദയസ്നേഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ തന്നെ, നമ്മുടെ വിഷയങ്ങൾക്ക് തന്നെ പരിഹാരവും അനുഗ്രഹവുമായി ഈശോ കൂടെ എത്തുന്നത് ഉടമ്പടി സാക്ഷ്യങ്ങളിൽ എപ്പോഴും പങ്കുവയ്ക്കാറുണ്ട്. ഇവർ കൂട്ടമായി ചേർന്ന് നന്മകൾ ചെയ്യുന്നു. ഒരുമിച്ച് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുന്നതിന്, ജീവിതങ്ങളെ ബലപ്പെടുത്തുന്നതിന്, ഉടമ്പടിയോടുള്ള പരസ്പര ബന്ധവും സ്നേഹവും അവരെ നന്മ പ്രവൃത്തികളിലേക്ക് നയിക്കുന്നതിനെയാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത്. അതോടൊപ്പം വചനം അറിയുക, വചനം വായിക്കുക, വചനം പ്രാർത്ഥിക്കുക, അത് ഉടമ്പടിയുടെ ഒരു പ്രധാന മേഖലയാണ്. വചനത്തിലൂടെ ദൈവത്തോട് സംസാരിക്കുക, ദൈവം സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കാതുകൾ തുറന്നു വയ്ക്കുക. നമ്മുടെ ആത്മവിശുദ്ധീകരണത്തിന് വചനത്തോടുള്ള നിരന്തരമായ സംസർഗം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. ചില കെട്ടുകൾ പൊട്ടുന്നതിന്, ചില വഴികൾ തുറക്കുന്നതിന്, ചില ദൈവികമായ സന്ദേശത്തിലൂടെ ജീവിതത്തിന് അനിവാര്യമായ വെളിപാടുകൾ ലഭിക്കുന്നതിന് വചനം പ്രാർത്ഥനാപൂർവകമായി വായിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിന് കാരണമാകും. കൃപാസനത്തിൽ ഉടമ്പടിയോടനുബന്ധിച്ച് അരമണിക്കൂർ വചനവായന എന്ന് പറയുന്നതിനർത്ഥം ഓടിച്ചിട്ട് ബൈബിൾ വായിച്ചു തീർക്കുക എന്നല്ല. ഓരോ വാക്കും അർത്ഥം മനസ്സിലാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയായി സമർപ്പിച്ചുകൊണ്ട് എന്നോട് സംസാരിക്കണമേ എന്ന ആഗ്രഹത്തോടു കൂടി വചനത്തെ നമ്മൾ പ്രാർത്ഥനയായി വായിക്കുന്നതാണ്. അത് സാവധാനത്തിലാവണം. അത് 10, 20, 30 വാക്യങ്ങളാണെങ്കിലും ഓരോ വാക്യവും നമ്മൾ എന്ത് വചനം നമ്മോട് പറയുന്നു, വചനം എന്താണ് സന്ദേശം കൈമാറുന്നത്, ഇത് അർത്ഥം മനസ്സിലാക്കി പെരുമാറുവാനും വായിച്ച് ധ്യാനിക്കുവാനും ജീവിതത്തിൽ തിരുത്തുവാനും നമുക്ക് ഉപകാരപ്പെടണം. അതിൻ്റെ ഒരു ആദ്യപടിയാണ് വചനം വായിക്കുന്നതിന് വേണ്ടി ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് ക്വിസ് മത്സരം കൂട്ടായ്മ നടത്തുന്നുവെന്ന് സഹോദരൻ സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിനോട് ചേർന്ന് നടന്നാൽ അവൻ കൂടെ നിന്ന് അടയാളങ്ങൾ പ്രവർത്തിക്കും. അവൻ്റെ ഒപ്പം നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ അവൻ ഏറ്റെടുക്കുന്നത് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കും. നമ്മൾ തീച്ചൂളയിൽ നിന്നാലും ദൈവിക സംരക്ഷണത്തിനുള്ളിലാണെങ്കിൽ നമുക്ക് പൊള്ളലേൽക്കാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. വചനപുസ്തകം തന്നെ ദാനിയേലിൻ്റെയും ജോബിൻ്റെയും ജീവിതം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ക്ലേശകാലത്തെങ്ങനെ പ്രത്യാശയോടെ മുന്നേറാൻ സാധിക്കുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഏതൊരു വിഷയത്തെയും ഏൽപ്പിച്ചു കൊടുത്തിട്ട്
ധൈര്യത്തോടുകൂടി വിശ്വസ്തയോടുകൂടി ഈശോയിലും അമ്മയിലുമുള്ള വിശ്വാസ ജീവിതത്തെ ആഴപ്പെടുത്തിയാൽ നമ്മൾ അത്ഭുതകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് കാണുവാനാകും. വർഷം എത്ര പഴകി എന്നതിനെക്കുറിച്ചല്ല, ആർക്കും സാധിക്കുവാനാവാത്ത പ്രശ്നമാണെന്ന് നമ്മോട് മറ്റുള്ളവർ പറയുന്നത് കൊണ്ടുമല്ല, ദൈവത്തിൻ്റെ ശക്തിക്ക് ഒന്നും അസാധ്യമല്ല. ദൈവത്തിൻ്റെ ശക്തിക്ക് എന്തും എത്ര പഴകിയതും നമുക്ക് ചെയ്തു തരുവാനുള്ള കരുത്തുണ്ട്. അവൻ്റെ കണ്ണുകളിൽ 1000 വർഷം ഒരു നിമിഷം പോലെ എന്ന് വചനം അതുകൊണ്ടാണ് നമ്മോട് പങ്കുവെക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സഹോദരനും കൂട്ടായ്മയ്ക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി അറിഞ്ഞ ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിക്കുവാൻ നമ്മളെ നിരന്തരം ശക്തിപ്പെടുത്തണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സാക്ഷ്യം അമ്മ മാതാവിനും തിരുക്കുമാരനും കരങ്ങളടിച്ച്